നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത് ജപ്പാന്റെ നിഗൂഢമായ ചരിത്രത്തിലൂടെയാണ്. ഉയർന്നു നിൽക്കുന്ന കോട്ടകളുടെയും ആചാരങ്ങളിൽ ജീവിച്ച സമുറായികളുടെയും മനോഹരമായ ചെറിപ്പൂക്കളുടെയും നാടായ ജപ്പാൻ. എന്നാൽ ഈ സൗന്ദര്യത്തിനെല്ലാം പിന്നിൽ ലോകം അധികം കേട്ടിട്ടില്ലാത്ത ഇരുട്ടിനെ പ്രണയിച്ച ഒരു വിഭാഗമുണ്ടായിരുന്നു. അവർ ചരിത്രത്തിൻ്റെ താളുകളിൽ തങ്ങളുടെ പേരുകൾ എഴുതി ചേർത്തില്ല. പകരം കാറ്റിൻ്റെ വേഗതയിലും നിഴലിൻ്റെ ആഴത്തിലും അവർ ജീവിച്ചു. ലോകമവരെ നിഞ്ചകൾ എന്നു വിളിച്ചു. ഒരു നിമിഷം, ഈ കഥയുടെ ആഴങ്ങളിലേക്ക് തിരികെ പോകും മുൻപ് രണ്ടു കാര്യങ്ങൾ ഞാൻ പങ്കുവെച്ചുകൊള്ളട്ടെ. നിങ്ങൾ എവിടെയിരുന്നാണ് ഈ ശബ്ദം കേൾക്കുന്നതെന്നറിയാൻ എനിക്കൊരു കൗതുകമുണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ ശാന്തമായ ഒരു രാത്രിയിലാവാം, അല്ലെങ്കിൽ തിരക്കിട്ട ഒരു പ്രവാസ ജീവിതത്തിനിടയിലെ ഒരു ഇടവേളയിലാവാം. നിങ്ങൾ എവിടെയാണെന്നും ഇപ്പോഴത്തെ സമയം എത്രയാണെന്നും ഒരു കമന്റായി രേഖപ്പെടുത്താമോ? നമ്മുടെ ഈ കഥകൾ എവിടെയൊക്കെയാണ് എത്തുന്നതെന്നറിയാനുള്ള ഒരു ചെറിയ ആഗ്രഹം. ഇനി നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങാം. കഥ തുടങ്ങുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപാണ്. ജപ്പാൻ ചെറു രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ട് അധികാരത്തിനു വേണ്ടി നിരന്തരം യുദ്ധങ്ങൾ നടന്നിരുന്ന ഒരു കാലം. 15-ാം നൂറ്റാണ്ടിൽ ജപ്പാൻ അനുഭവിച്ചത് സെൻഗോക്കു ജിദായി എന്നറിയപ്പെടുന്ന യുദ്ധകാലഘട്ടമായിരുന്നു. ഏകദേശം 150 വർഷങ്ങൾ തുടർച്ചയായി യുദ്ധം. രക്തം, ദുരിതം, മരണം എന്നിവ സാധാരണ ജീവിതത്തിൻ്റെ ഭാഗമായി. അക്കാലത്ത് ഡൈമ്യോ എന്നറിയപ്പെട്ടിരുന്ന നാടുവാഴികൾ തങ്ങളുടെ അധികാരം നിലനിർത്താൻ ഏതറ്റം വരെയും പോകുമായിരുന്നു. അവരുടെ സൈന്യങ്ങളെ നയിച്ചിരുന്നത് സമുറായികളായിരുന്നു. ധീരത, വിശ്വസ്തത, ആത്മാഭിമാനം എന്നിവ ജീവിതവ്രതമായി കരുതിയ യോദ്ധാക്കൾ. ബുഷിഡോ എന്ന നിയമസംഹിതയിൽ അവർ ജീവിച്ചു, മരിച്ചു. പറ്റാപ്പകൽ മുഖാമുഖം നിന്ന് പോരാടുന്നത് അവർക്ക് അഭിമാനമായിരുന്നു. തങ്ങളുടെ യജമാനനു വേണ്ടി മരിക്കുന്നതിനെ അവർ പരമമായ ബഹുമാനമായി കണ്ടു. സെപ്പുക്കു അഥവാ ഹരഗിരി എന്ന് വിളിക്കപ്പെട്ട ആത്മഹത്യാരീതി പോലും അവരുടെ ബഹുമാനത്തിൻ്റെ പ്രതീകമായിരുന്നു. എന്നാൽ യുദ്ധത്തിൻ്റെ നിയമങ്ങൾ എല്ലായ്പ്പോഴും എല്ലാവർക്കും ഒരുപോലെ ആയിരുന്നില്ല. അധികാരത്തിൻ്റെ ഇടനാഴികളിൽ പകലിൻ്റെ വെളിച്ചത്തിൽ ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ടായിരുന്നു. രഹസ്യങ്ങൾ ചോർത്തണം, ശത്രുവിൻ്റെ കോട്ടയ്ക്കുള്ളിൽ നുഴഞ്ഞുകയറണം, ചിലപ്പോൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒരാളെ ഇല്ലാതാക്കണം. ഒരു ഡൈമ്യോ തൻ്റെ മുറിയിലിരുന്ന് ചിന്തിക്കുന്നത് സങ്കൽപ്പിക്കുക. അയാളുടെ ശത്രു വലിയ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു. എത്ര സൈനികർ, എവിടെ നിന്ന് ആക്രമിക്കും, ഏത് സഖ്യകക്ഷികളുമായാണ് ഇടപെടുന്നത്? ഈ വിവരങ്ങൾ അറിയാതെ യുദ്ധത്തിലിറങ്ങുന്നത് മരണത്തെ ക്ഷണിച്ചു വരുത്തലാണ്. സമുറായികളെ അയച്ച് ഈ രഹസ്യങ്ങൾ ശേഖരിക്കാൻ കഴിയുമോ? ഇല്ല. അവരുടെ പടച്ചട്ടകൾ, അവരുടെ നടപ്പ്, അവരുടെ അഭിമാനമെല്ലാം അവരെ തിരിച്ചറിയാൻ എളുപ്പമാക്കുന്നു. അഭിമാനം മുറുകെ പിടിച്ചിരുന്ന സമുറായികൾക്ക് ഇത്തരം പ്രവൃത്തികൾ ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അത് ഭീരുത്വമായി അവർ കരുതി. മറഞ്ഞിരുന്ന് ആക്രമിക്കുക, വേഷം മാറി നടക്കുക, കള്ളം പറയുക, ഇതെല്ലാം ബുഷിഡോയുടെ വിരുദ്ധമായിരുന്നു. എന്നാൽ അധികാരത്തിൻ്റെ ഗെയിമിൽ ചിലപ്പോൾ നിഴലുകളുടെ സഹായം അനിവാര്യമായിരുന്നു. ഇവിടെയാണ് കഥ മാറുന്നത്. ഈ സാഹചര്യത്തിലാണ് ജപ്പാന്റെ മലനിരകളിലും ഗ്രാമങ്ങളിലും ഒരു പുതിയ ചിന്ത ഉടലെടുക്കുന്നത്. ഇഗാ പ്രവിശ്യയും കൊഗാ പ്രവിശ്യയും എന്നറിയപ്പെട്ട 2 പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും ഈ കല വികസിച്ചു. ഉയർന്ന പർവ്വതങ്ങളും ഇടതൂർന്ന വനങ്ങളും നിറഞ്ഞ ഈ പ്രദേശങ്ങൾ തികച്ചും ഒറ്റപ്പെട്ടവയായിരുന്നു. അവർ സമുറായികളെപ്പോലെ വലിയ പടച്ചട്ടകൾ അണിഞ്ഞില്ല. ആഭിജാത്യത്തിൻ്റെയോ കുലമഹിമയുടെയോ പിൻബലം അവർക്കുണ്ടായിരുന്നില്ല. സാധാരണ കർഷകരും തൊഴിലാളികളും സമൂഹത്തിൽ താഴ്ന്നവരായി കണക്കാക്കപ്പെട്ടവരുമായിരുന്നു അവരിൽ പലരും. നിരന്തരമായ യുദ്ധങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയവർ. തങ്ങളുടെ ഗ്രാമത്തെയും കുടുംബത്തെയും സംരക്ഷിക്കാൻ സ്വന്തമായി ഒരു വഴി കണ്ടെത്താൻ നിർബന്ധിതരായവർ. ഒരിക്കൽ സങ്കൽപ്പിച്ചു നോക്കൂ, രാത്രിയുടെ മറവിൽ ഒരു പർവ്വതഗ്രാമത്തിലെ ചെറിയ കുടിലിൽ ഒരച്ഛൻ തൻ്റെ മകനോട് മന്ത്രിക്കുന്നതുപോലെ സംസാരിക്കുന്നു. മോനെ, കേൾക്കുന്നുണ്ടോ ആ കാറ്റിൻ്റെ ശബ്ദം?
അത് വെറുമൊരു കാറ്റല്ല. ദൂരെ സമുറായികളുടെ കുതിരക്കുളമ്പടി ശബ്ദങ്ങൾ അതിലുണ്ട്. അവർ വരുന്നത് നമ്മുടെ വിളകൾ കൊണ്ടുപോകാനാണ്, നമ്മുടെ സമാധാനം ഇല്ലാതാക്കാനാണ്. നമുക്കവരെപ്പോലെ വലിയ വാളുകളില്ല, ശക്തമായ പടച്ചട്ടകളില്ല. പക്ഷേ നമുക്ക് മറ്റൊന്നുണ്ട്. മകൻ ആകാംക്ഷയോട് ചോദിച്ചു, എന്താണച്ഛാ അത്? അച്ഛൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ഇരുട്ടിൽ തിളങ്ങുന്ന ചന്ദ്രനെ നോക്കി അയാൾ പറഞ്ഞു, ഈ രാത്രി, ഈ നിശബ്ദത, ഈ നിഴലുകൾ, ഇതാണ് നമ്മുടെ പടച്ചട്ട. പ്രകൃതിയാണ് നമ്മുടെ ആയുധം. മരങ്ങളെപ്പോലെ അനങ്ങാതെ നിൽക്കാനും, പൂച്ചയെപ്പോലെ ശബ്ദമുണ്ടാക്കാതെ നടക്കാനും, വെള്ളം പോലെ എവിടെയും ഒഴുകിയെത്താനും നമ്മൾ പഠിക്കണം. അതാണ് നമ്മുടെ അതിജീവനത്തിൻ്റെ വഴി. അതാണ് നിഞ്ചുട്സു. ഈ വാക്കാണ് എല്ലാം മാറ്റിക്കുറിച്ചത്. അതൊരു യുദ്ധമുറയായിരുന്നില്ല, അതൊരു ജീവിത രീതിയായിരുന്നു. അതിജീവനത്തിന്റെ കല. ഷിനോബി എന്നായിരുന്നു അവർ സ്വയം വിളിച്ചത്, രഹസ്യമായി പ്രവർത്തിക്കുന്നവൻ എന്നതിനർത്ഥം. നിഞ്ചുത്സു എന്നത് വെറും യുദ്ധകലയായിരുന്നില്ല, അതൊരു സമ്പൂർണ്ണ ജീവിതശാസ്ത്രമായിരുന്നു. ശാരീരികവും മാനസികവും ആത്മീയവുമായ പരിശീലനം അതിൽ ഉൾപ്പെട്ടിരുന്നു. അവരുടെ പരിശീലനം കുട്ടിക്കാലം മുതൽ തുടങ്ങുമായിരുന്നു. ഒരു നിഞ്ച കുടുംബത്തിലെ കുട്ടികൾ 4-5 വയസ്സു മുതൽ തന്നെ പ്രത്യേക പരിശീലനങ്ങൾ ആരംഭിക്കുമായിരുന്നു. തുടക്കത്തിൽ അവരെ ബാലൻസ് പഠിപ്പിക്കുമായിരുന്നു. ഇടുങ്ങിയ തടിക്കഷ്ണങ്ങളിൽ നടക്കുന്നത്, 2 മരങ്ങൾ തമ്മിൽ കെട്ടിയ കയറുകളിൽ ചാടി നടക്കുന്നത്. പിന്നീട് അവർ മരങ്ങളിൽ കയറാൻ പഠിക്കും. സാധാരണ കയറ്റമല്ല, അതിവേഗത്തിൽ, ശബ്ദമില്ലാതെ മേൽത്തട്ടിൽ നിന്നും മേൽത്തട്ടിലേക്ക് ചാടിക്കടക്കുന്ന രീതിയിൽ. 10 വയസ്സാകുമ്പോഴേക്കും അവർക്ക് പലതരം ആയുധങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയാമായിരിക്കും. കുനായ് എന്ന് വിളിക്കപ്പെട്ട കത്തിയുടെ ഇനം, ഷുരീക്കൻ അഥവാ നക്ഷത്രാകൃതിയിലുള്ള വലിയ ആയുധങ്ങൾ, ചങ്ങല, കമ്പികൾ, വിഷം പുരട്ടിയ സൂചികൾ, ഓരോന്നിനും പ്രത്യേക ഉപയോഗമുണ്ടായിരുന്നു. ഓരോന്നും അവർ കുട്ടിക്കളി പോലെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പഠിച്ചു. അവർ പകലിന്റെ വെളിച്ചത്തിൽ സാധാരണ മനുഷ്യരായി ജീവിച്ചു. കർഷകരായും കച്ചവടക്കാരായും ചിലപ്പോൾ കലാകാരന്മാരായും അവർ സമൂഹത്തിൽ അലിഞ്ഞു ചേർന്നു. ആർക്കും അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഒരു നിഞ്ച ദിവസവും വയലിൽ ചെന്ന് പണിയെടുക്കും. പ്രഭാതത്തിൽ മറ്റു കർഷകരോടൊപ്പം നെൽവയലുകളിൽ വെള്ളം നിറയ്ക്കും, വിത്തുകൾ വിതറും. സൂര്യൻ ഉയരുമ്പോൾ അയാൾ നെറ്റിയിലെ വിയർപ്പ് തുടച്ചുകൊണ്ട് മറ്റുള്ളവരോട് ചേർന്ന് നിൽക്കും. അയൽക്കാരോട് സംസാരിക്കും, കാലാവസ്ഥയെക്കുറിച്ച്, വിളവെടുപ്പിനെക്കുറിച്ച്, ഗ്രാമത്തിലെ വിവാഹങ്ങളെക്കുറിച്ച്. ചിരിക്കും, തമാശ പറയും, സാധാരണ കാര്യങ്ങൾ പറയും. ഗ്രാമത്തിലെ ഉത്സവങ്ങളിൽ അയാൾ പങ്കെടുക്കും, കുട്ടികളോടൊപ്പം കളിക്കും, കൊയ്ത്തുകാലത്ത് മറ്റുള്ളവരെ സഹായിക്കും. ആർക്കെങ്കിലും രോഗം വന്നാൽ സഹതാപം പ്രകടിപ്പിക്കും. അയാളുടെ കുടുംബം സാധാരണ ഗ്രാമീണ ജീവിതം നയിക്കും. ഭാര്യ വീട്ടുജോലികൾ ചെയ്യും, കുട്ടികൾ കളിക്കും, വയലിൽ സഹായിക്കും. അയാളുടെ വീട്ടിൽ സന്ദർശിക്കുന്നവർക്ക് ഒന്നും സംശയം തോന്നില്ല. സാധാരണ കൃഷിയായുധങ്ങൾ, അരിവാൾ, കോടാലി, കാപ്പ. സാധാരണ വീട്ടുപകരണങ്ങൾ, പാത്രങ്ങൾ, വിളക്കുകൾ, പായകൾ. എന്നാൽ തറയ്ക്കടിയിലോ മേൽക്കൂരയിലെ മറഞ്ഞിരിക്കുന്ന അറകളിലോ ഒളിപ്പിച്ചു വച്ചിരുന്നത് തികച്ചും വ്യത്യസ്തമായ ലോകമായിരുന്നു. കറുത്ത വസ്ത്രങ്ങൾ, വിചിത്രമായ ആയുധങ്ങൾ, വിഷം, രഹസ്യരേഖകൾ. ഈ ഇരട്ട ജീവിതം നയിക്കുന്നത് എളുപ്പമായിരുന്നില്ല. നിരന്തരം ജാഗ്രത പാലിക്കണം. ഒരു തെറ്റ്, ഒരശ്രദ്ധ, ഒരു വാക്കിലെ വഴുവൽ പോലും അവരുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്തും. വർഷങ്ങളോളമുള്ള പരിശീലനം കൊണ്ടാണ് അവർ ഈ കല പഠിച്ചത്. എങ്ങനെ നോക്കണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പ്രതികരിക്കണം എന്നെല്ലാം. ചിലപ്പോൾ അവർ മാസങ്ങളോളം ഒരു പ്രത്യേക വേഷത്തിൽ ജീവിക്കും. ഒരു ഡൈമ്യോയുടെ കോട്ടയിൽ കച്ചവടക്കാരനായി പ്രവേശിച്ച നിഞ്ച അവിടെ കച്ചവട സ്ഥാപനം തുടങ്ങും. ദിവസവും സാധനങ്ങൾ വിൽക്കും, ആളുകളോട് സംസാരിക്കും, വിശ്വാസം നേടും. പതുക്കെ അയാൾ കോട്ടയിലെ സൈനികരുമായി സൗഹൃദം സ്ഥാപിക്കും, പ്രധാന ആളുകളെ പരിചയപ്പെടും. എല്ലാവരും അയാളെ സാധാരണ വ്യാപാരിയായി മാത്രമേ കാണൂ. എന്നാൽ രാത്രിയാകുമ്പോൾ അവരുടെ രൂപം മാറും. സൂര്യാസ്തമയത്തോടെ സാധാരണ മനുഷ്യൻ അപ്രത്യക്ഷനാകും. പകരം നിഴലിൽ നിന്ന് പുറത്തുവരുന്നത് ഒരു പ്രേതം പോലുള്ള രൂപമാണ്. കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് അവർ നിഴലുകളിൽ അപ്രത്യക്ഷരാകും. വസ്ത്രം മാറ്റുന്നത് വെറും വസ്ത്രധാരണം മാത്രമായിരുന്നില്ല, അതൊരു രൂപാന്തരണമായിരുന്നു. പകലിൽ കാണിച്ചിരുന്ന ശാന്തത, സൗമ്യത, സാധാരണത്വം എല്ലാം അപ്രത്യക്ഷമാകും. പകരം വരുന്നത് തണുത്ത, കണക്കുകൂട്ടിയ, മാരകമായ ഒരു യോദ്ധാവ്. ആ കറുത്ത വസ്ത്രം ഷിനോബി ഷോസോക്കു എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പലരും കരുതുന്നത് നിഞ്ചകൾ എപ്പോഴും കറുത്ത വസ്ത്രമാണ് ധരിച്ചിരുന്നതെന്നാണ്. സിനിമകളിലും കഥകളിലും നാം കാണുന്നത് എപ്പോഴും കറുപ്പിലുള്ള നിഞ്ചകളെയാണ്. പക്ഷേ യാഥാർത്ഥ്യം വ്യത്യസ്തമായിരുന്നു. യഥാർത്ഥ നിഞ്ചകൾ സാഹചര്യത്തിനനുസരിച്ച് വസ്ത്രം തിരഞ്ഞെടുക്കുമായിരുന്നു.
പലപ്പോഴും അവർ കടും നീല നിറത്തിലുള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത്. കോൺ എന്ന് വിളിക്കപ്പെട്ട ഈ നീല നിറം പ്രത്യേകമായിരുന്നു. കാരണം രാത്രിയിൽ കടും നീല കറുപ്പിനേക്കാൾ നിഴലുകളുമായി നന്നായി ചേരും. ചന്ദ്രപ്രകാശമുള്ള രാത്രികളിൽ കറുത്ത വസ്ത്രം വളരെ വ്യക്തമായി കാണാം. അത് ചുറ്റുമുള്ള നിഴലുകളേക്കാൾ ഇരുണ്ടതായി കാണപ്പെടും. എന്നാൽ കടും നീല രാത്രിയുടെ പ്രകൃതിദത്ത നിറത്തോട് ചേർന്ന് നിൽക്കും. വിദഗ്ധമായ കണ്ണുകൾക്ക് പോലും തിരിച്ചറിയാൻ പ്രയാസമായിരിക്കും. ചിലപ്പോൾ അവർ തവിട്ട് നിറമോ ചാരനിറമോ ധരിക്കും, പ്രത്യേകിച്ച് പകൽ സമയത്ത് ഒളിച്ചിരിക്കേണ്ടി വരുമ്പോൾ. മണ്ണിന്റെ നിറത്തോട് ചേരുന്ന വസ്ത്രം അവരെ വയലുകളിലും വനങ്ങളിലും അദൃശ്യരാക്കും. മഞ്ഞുകാലത്ത് ചിലർ വെളുത്ത വസ്ത്രം ധരിക്കുമായിരുന്നു എന്ന് രേഖകളുണ്ട്. വസ്ത്രത്തിന്റെ രൂപകൽപ്പനയും പ്രത്യേകമായിരുന്നു. അത് ഇറുകിയതായിരുന്നു, പക്ഷെ അതേസമയം ചലന സ്വാതന്ത്ര്യം നൽകുന്നതുമായിരുന്നു. കൈകളിലും കാലുകളിലും പ്രത്യേക തുണികൾ ചുറ്റി ശബ്ദമുണ്ടാകാതിരിക്കാൻ. മുഖം മുഴുവൻ മറയ്ക്കാൻ പ്രത്യേക തലപ്പാവ്, കണ്ണുകൾ മാത്രം പുറത്ത്. വസ്ത്രത്തിൽ നിരവധി രഹസ്യ പോക്കറ്റുകൾ, ചെറിയ ആയുധങ്ങൾ, വിഷം, പൊടികൾ, രഹസ്യ സന്ദേശങ്ങൾ എന്നിവ ഒളിപ്പിച്ചു വയ്ക്കാൻ. കോട്ടകളുടെ ഉയരമുള്ള മതിലുകൾ അവർക്ക് തടസ്സമായില്ല. 10 അടി 15 അടി, ചിലപ്പോൾ 20 അടി ഉയരമുള്ള കല്ലുകൊണ്ട് കെട്ടിയ മതിലുകൾ. മുകളിൽ മൂർച്ചയുള്ള കുന്തങ്ങളും കാവൽക്കാരും. സാധാരണക്കാർക്ക് അത് അതിക്രമിക്കാൻ അസാധ്യമാണ്. എന്നാൽ നിഞ്ചകൾക്കത് വെറുമൊരു വെല്ലുവിളി മാത്രമായിരുന്നു. അവർ കുനായി ഉപയോഗിച്ച് മതിലുകളിൽ പിടിച്ചു കയറും. കുനായി എന്നത് വളരെ വൈവിധ്യമാർന്ന ആയുധമായിരുന്നു. അതൊരു കത്തി പോലെ കാണപ്പെട്ടു, പക്ഷേ അതിന്റെ ഉപയോഗങ്ങൾ അസംഖ്യമായിരുന്നു. മതിലിന്റെ വിടവുകളിൽ കുനായി കുത്തിക്കയറ്റി അതിൽ പിടിച്ച് മുകളിലേക്ക് കയറും. ഒരു കുനായിൽ നിന്ന് മറ്റൊന്നിലേക്ക്, പൂച്ചയെപ്പോലെ ചടുലമായി. അല്ലെങ്കിൽ അഷിഭൂമി എന്ന് വിളിക്കപ്പെട്ട പ്രത്യേക പാദരക്ഷകൾ ഉപയോഗിച്ച് ഏതു പ്രതലത്തിലും കയറും. ഈ പാദരക്ഷകളുടെ അടിഭാഗത്ത് പ്രത്യേക മുളക്കമ്പികളോ ലോഹ സ്പൈക്കുകളോ ഉണ്ടായിരുന്നു. അത് മതിലിൽ പിടിച്ചു നിൽക്കാൻ സഹായിച്ചു. മിനിറ്റുകൾക്കുള്ളിൽ അവർ 5 or 6 മീറ്റർ ഉയരമുള്ള മതിലുകൾ കയറിക്കഴിയും, ശബ്ദമില്ലാതെ, ഒരു ചലനമില്ലാതെ. ചിലപ്പോൾ അവർ ഷൂക്കോ എന്ന് കയ്യിൽ ധരിക്കുന്ന ആയുധം ഉപയോഗിച്ച് മരങ്ങളിൽ കയറും. കൈയുടെ പുറകിൽ ധരിക്കുന്ന ഒരു ലോഹ ഉപകരണം. അതിന്റെ മുന്നിൽ 4 or 5 മൂർച്ചയുള്ള നഖങ്ങൾ പോലെയുള്ള കമ്പികൾ പുറത്തേക്ക് നീണ്ടു നിൽക്കും. മാംസത്തിൽ തുളച്ചു കയറുന്ന നഖങ്ങൾ പോലെയുള്ള ഈ ഉപകരണം അവരെ ചുമരുകളിലും മരങ്ങളിലും പിടിച്ചു നിൽക്കാൻ സഹായിച്ചു. 2 കൈകളിലും ഷൂക്കോ ധരിച്ച് അവർ മരത്തിന്റെ തടിയിൽ നഖങ്ങൾ കുത്തിയിറക്കി മുകളിലേക്ക് കയറും. പൂച്ച മരത്തിൽ കയറുന്നതുപോലെ, അതിവേഗത്തിൽ, എളുപ്പത്തിൽ. കോട്ടയുടെ ചുറ്റുമുള്ള മരങ്ങളിൽ കയറി അവിടെ നിന്ന് മതിലിലേക്ക് ചാടും. അല്ലെങ്കിൽ മരത്തിന്റെ ശാഖകളിൽ നിന്ന് കയർ ഉപയോഗിച്ച് മതിലിന്റെ മറുവശത്തേക്ക് ഇറങ്ങും. ചിലപ്പോൾ അവർ കുമാതെ എന്ന പ്രത്യേക കൊളുത്ത് ഉപയോഗിക്കും. നീണ്ട കയറിന്റെ ഒരറ്റത്ത് മൂർച്ചയുള്ള കൊളുത്തുകൾ ഘടിപ്പിച്ച ഉപകരണം. അത് മതിലിന്റെ മുകളിലേക്ക് വലിച്ചെറിഞ്ഞ് കൊളുത്തു പിടിച്ചാൽ കയറിൽ പിടിച്ചു കയറും. പരിശീലനം കൊണ്ടവർക്ക് ഇരുട്ടിൽ പോലും ഒറ്റ ശ്രമത്തിൽ കൊളുത്ത് ശരിയായ സ്ഥലത്ത് കൊളുത്താൻ കഴിയുമായിരുന്നു. അകത്ത് കയറിക്കഴിഞ്ഞാൽ അവരുടെ യഥാർത്ഥ കഴിവുകൾ തെളിയും. കാവൽക്കാരെ ഒഴിവാക്കി നിഴലിൽ നിന്ന് നിഴലിലേക്ക് നീങ്ങും. മേൽക്കൂരകളിൽ നടക്കും, ചുമരുകളിൽ പറ്റിപ്പിടിച്ചിരിക്കും. ആവശ്യമെങ്കിൽ മണിക്കൂറുകളോളം ഒരേ സ്ഥാനത്ത് നിശ്ചലമായിരിക്കും. അവരുടെ ലക്ഷ്യമെന്തായാലും രഹസ്യരേഖകൾ ശേഖരിക്കുക, ആരെയെങ്കിലും ഇല്ലാതാക്കുക, അല്ലെങ്കിൽ വെറും നിരീക്ഷണം, അതവർ പൂർത്തിയാക്കി പുലരും മുൻപ് അപ്രത്യക്ഷരാകും. നിഴലെപ്പോലെ വന്നു, നിഴലെപ്പോലെ പോകും. അടച്ചിട്ട വാതിലുകൾ അവർക്ക് മുന്നിൽ തുറക്കപ്പെട്ടു. ഒരു നെഞ്ച ഒരു കോട്ടയുടെ വാതിലിന് മുന്നിൽ നിൽക്കുന്നത് സങ്കൽപ്പിക്കുക. കനത്ത തടിവാതിൽ, കട്ടിയുള്ള ലോഹപ്പൂട്ട്. സാധാരണക്കാർക്കത് അതിക്രമിക്കാൻ അസാധ്യം. എന്നാൽ നിഞ്ചയ്ക്കോ? അയാൾ തന്റെ കിമോണയുടെ അകത്തെ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ തുകൽ സഞ്ചി പുറത്തെടുക്കും. അതിനുള്ളിൽ വിവിധ രൂപത്തിലും വലുപ്പത്തിലുമുള്ള ലോഹ കഷണങ്ങൾ. കാതിൽ ചെവിയിട്ട് കേൾക്കുന്ന പോലെ അയാൾ പൂട്ടിന്റെ സംവിധാനം മനസ്സിലാക്കും. ഓരോ തരം പൂട്ടിനും വ്യത്യസ്ത രീതികൾ അറിയാമായിരുന്നു. ജപ്പാനിൽ അക്കാലത്തെ പലതരം പൂട്ടുകളുണ്ടായിരുന്നു. കന്നുക്കി എന്ന് വിളിക്കപ്പെട്ട തടിത്തിരിശീല പൂട്ടുകൾ, ലോഹം കൊണ്ടുള്ള പാഡ്ലോക്കുകൾ, സങ്കീർണമായ ആന്തരിക സംവിധാനങ്ങളുള്ള പൂട്ടുകൾ. ഓരോന്നിനും പ്രത്യേക സാങ്കേതികത. ചില നിഞ്ചകൾ പിക്കിലോക്കു എന്ന പ്രത്യേക ഉപകരണ സെറ്റ് കൈവശം വയ്ക്കുമായിരുന്നു. നേർത്ത ലോഹദണ്ഡുകൾ,
വളഞ്ഞ കൊളുത്തുകൾ, പ്രത്യേക ടെൻഷൻ റേഞ്ചുകൾ. അവർ ഇരുട്ടിൽ സ്പർശനം കൊണ്ട് മാത്രം പൂട്ട് തുറക്കുമായിരുന്നു. 2-3 മിനിറ്റുകൾക്കുള്ളിൽ ഏറ്റവും സങ്കീർണമായ പൂട്ടുകൾ പോലും തുറക്കും, ഒരു ശബ്ദവുമില്ലാതെ, തിരിയുന്ന ക്ലിക്കുകൾ കേൾക്കാൻ കഴിയാത്ത വിധം സാവധാനത്തിൽ. ചിലപ്പോൾ അവർ പൂട്ടിന്റെ ഭാഗങ്ങൾ രാസവസ്തുക്കൾ ഉപയോഗിച്ച് ദുർബലമാക്കുമായിരുന്നു. ലോഹത്തെ നശിപ്പിക്കുന്ന പ്രത്യേക ആസിഡുകൾ പൂട്ടിന്റെ സന്ധികളിൽ പുരട്ടി മണിക്കൂറുകൾ കഴിഞ്ഞുവന്ന് എളുപ്പത്തിൽ തുറക്കും. അല്ലെങ്കിൽ പൂട്ടിന്റെ മെക്കാനിസം മനസ്സിലാക്കി അതിന്റെ രൂപകൽപ്പനയിൽ തന്നെയുള്ള ദൗർബല്യം കണ്ടെത്തി ചൂഷണം ചെയ്യും. ചിലപ്പോഴവർ വാതിലുകൾ തുറക്കാതെ തന്നെ അകത്ത് പ്രവേശിക്കും. വാതിലുകളെന്നത് മനുഷ്യർക്കുള്ള പ്രവേശന മാർഗമായിരുന്നു. എന്നാൽ നിഞ്ചകൾ മനുഷ്യരുടെ സാധാരണ നിയമങ്ങൾ പിന്തുടരുന്നവരായിരുന്നില്ല. മേൽക്കൂരയിൽ നിന്ന് ഇറങ്ങിവരും. ജപ്പാനീസ് മേൽക്കൂരകൾ തനതായിരുന്നു. ടൈലുകളുടെ പാളികൾ, തടിയുടെ ചട്ടക്കൂടുകൾ. നിഞ്ചകൾ ടൈലുകൾ ശ്രദ്ധാപൂർവം നീക്കം ചെയ്യും. മേൽക്കൂരയുടെ അടിത്തട്ടിൽ കയറും. പിന്നീട് അകത്തേക്കിറങ്ങും. അവർ പിന്നീട് ടൈലുകൾ തിരികെ വയ്ക്കും. അതിനാൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒന്നും സംഭവിച്ചതായി തോന്നില്ല. ചിലപ്പോൾ അവർ അമയാഡോ എന്ന് വിളിക്കപ്പെട്ട സാങ്കേതികത ഉപയോഗിക്കും. മഴക്കാലത്ത് മഴവെള്ളം വാർന്നിറങ്ങുന്ന ഡ്രെയിൻ പൈപ്പുകൾ ഉപയോഗിച്ച് മേൽക്കൂരയിലേക്ക് കയറും. അല്ലെങ്കിൽ വെള്ളമൊഴുകാനുള്ള കിടങ്ങുകൾ ഉപയോഗിച്ച് കെട്ടിടത്തിന്റെ അടിത്തട്ടിലേക്ക് കയറും. ജനലുകളിലൂടെ കയറും. ജപ്പാനീസ് വീടുകളിൽ ഷോജി എന്ന് വിളിക്കപ്പെട്ട കടലാസ് ജനാലകളുണ്ടായിരുന്നു. വളരെ ദുർബലം, എളുപ്പത്തിൽ കീറാൻ കഴിയും. എന്നാൽ ശബ്ദമുണ്ടാകും. അതിനാൽ നിഞ്ചകൾ പ്രത്യേക സാങ്കേതികത ഉപയോഗിക്കുമായിരുന്നു. നനഞ്ഞ വിരൽ കടലാസിൽ വട്ടമായി തിരിക്കും. കടലാസ് മൃദുവാകും. പിന്നീട് ശബ്ദമില്ലാതെ അത് കീറി ദ്വാരമുണ്ടാക്കും. ആ ദ്വാരത്തിലൂടെ കൈകയറ്റി അകത്തെ പൂട്ട് തുറക്കും. ചിലപ്പോൾ തറയിൽ നിന്ന് തന്നെ ഉള്ളിൽ കയറും. ചില പ്രധാന കെട്ടിടങ്ങൾക്ക് രഹസ്യ തുരങ്കങ്ങളുണ്ടായിരുന്നു. ഈ തുരങ്കങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അന്വേഷിച്ച് നിഞ്ചകൾ അവ ഉപയോഗിക്കും. അല്ലെങ്കിൽ സ്വയം രഹസ്യ തുരങ്കങ്ങൾ കുഴിക്കും. രാത്രികളിലൂടെ, ആഴ്ചകളിലൂടെ, ഇഞ്ചിഞ്ചായി കെട്ടിടത്തിന്റെ അടിത്തട്ടിലേക്ക്, പിന്നീട് തറയിൽ ദ്വാരം വെട്ടി അകത്ത്. കാവൽക്കാരുടെ കണ്ണു വെട്ടിച്ച് ഒരു ഇല വീഴുന്ന ശബ്ദം പോലുമില്ലാതെ അവർ ലക്ഷ്യസ്ഥാനത്തെത്തി. ഇത് അവിശ്വസനീയമായി കേൾക്കാം, പക്ഷേ അവരുടെ പരിശീലനം അത്രയും തീവ്രമായിരുന്നു. കാവൽക്കാരെ കടന്നുപോകാൻ അവർ ഷിനോബി ആരുഗി എന്ന പ്രത്യേക നടത്തരീതി ഉപയോഗിച്ചു. സാധാരണ നടത്തിൽ കുപ്പികാൽ ആദ്യം നിലത്ത് തൊടും, പിന്നീട് പാദം മുഴുവൻ ഇത് ശബ്ദമുണ്ടാക്കും. എന്നാൽ നിഞ്ചകൾ കാൽവിരലുകൾ ആദ്യം താഴ്ത്തിവെക്കും, പിന്നീട് പതുക്കെ പാദം മുഴുവൻ. കാൽ നിലത്തുവെക്കുമ്പോൾ ഭാരം സാവധാനം മാറ്റും. ഇത് ഏതാണ്ട് ശബ്ദരഹിതമാണ്. അവർ യോക്കോ ആരുഗി, നുക്കി അഷി, സുരി അഷി തുടങ്ങിയ വിവിധ നടത്ത സാങ്കേതികതകൾ പരിശീലിച്ചു. ഓരോന്നിനും പ്രത്യേക ഉദ്ദേശം. സൈഡ് വേയിൽ നടക്കുക, ഇഴയുന്ന നടത്തം, സ്ലൈഡിംഗ് നടത്തം. ഏത് സാഹചര്യത്തിനും അനുയോജ്യമായ രീതി. ഇതിനായി അവർ സ്പെഷ്യൽ ശ്വസന സാങ്കേതികതകൾ ഉപയോഗിച്ചു. നിൻപോ മിഗിരി എന്ന് വിളിക്കപ്പെട്ട ഈ രീതി അവരുടെ ഹൃദയമിടിപ്പ് കുറയ്ക്കാനും ശ്വാസത്തെ നിയന്ത്രിക്കാനും സഹായിച്ചു. ഇത് കേവലം ശാരീരിക സാങ്കേതികത മാത്രമായിരുന്നില്ല, അത് മാനസിക പരിശീലനവുമായിരുന്നു. ധ്യാനത്തിന്റെ അടിസ്ഥാനത്തിൽ വികസിപ്പിച്ചെടുത്ത രീതി. അവർ വർഷങ്ങളോളം പരിശീലിച്ചു. ശ്വാസം അകത്തേക്ക് എത്ര സമയത്തേക്ക് പിടിച്ചുവെക്കാം, എങ്ങനെ പുറത്തുവിടാം, എങ്ങനെ നിയന്ത്രിക്കാം. മണിക്കൂറുകളോളം അവർ ഒരു സ്ഥലത്ത് കിടക്കുകയോ നിൽക്കുകയോ ചെയ്യും, ഒരു പ്രതിമ പോലെ. ഉസാഗിനോ കാമായെ എന്ന് ഇതിനെ വിളിച്ചു, മുയലിന്റെ ഭാവം. അപകടം അനുഭവപ്പെടുമ്പോൾ മുയൽ എങ്ങനെ നിശ്ചലമാകുന്നുവോ അതുപോലെ. ഒരിക്കൽ ചരിത്രരേഖകൾ പറയുന്നത് ഒരു നിഞ്ച ഒരു കോട്ടയുടെ മേൽക്കൂരയിൽ 3 ദിവസം തുടർച്ചയായി മറിഞ്ഞിരുന്നെന്നാണ്. കാവൽക്കാർ അയാളുടെ തൊട്ടടുത്തുകൂടി കടന്നുപോയി, പക്ഷേ ആരും കണ്ടില്ല. മഴ പെയ്തു, കാറ്റടിച്ചു, സൂര്യൻ ചുട്ടു. പക്ഷെ അയാൾ അനങ്ങിയില്ല. ശരീരം പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു. 4-ാം ദിവസം രാത്രി അയാൾ തന്റെ ദൗത്യം പൂർത്തീകരിച്ച് അപ്രത്യക്ഷനായി. അവരുടെ ശരീരം പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു. ഇതിനായി അവർ നിരന്തരം പരിശീലിച്ചു. ശൈത്യത്തെ സഹിക്കാൻ, വേദനയെ അവഗണിക്കാൻ, വിശപ്പിനെ മറക്കാൻ. കാഞ്ചിൻ എന്ന സഹിഷ്ണുതാ പരിശീലനം അവർക്ക് ഏത് സാഹചര്യത്തിലും നിലനിൽക്കാൻ കഴിവ് നൽകി. അവർക്ക് വേഷം മാറി നടക്കുന്നതിൽ വൈദഗ്ധ്യമുണ്ടായിരുന്നു. ഹെൻസോ ജുത്സു എന്ന് ഇത് വിളിക്കപ്പെട്ടു. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ
ദി ആർട്ട് ഓഫ് ഡിസ്ഗൈസ്. ഇത് വെറും വസ്ത്രം മാറ്റൽ മാത്രമായിരുന്നില്ല, അത് പൂർണ്ണമായ വ്യക്തിത്വ പരിവർത്തനമായിരുന്നു. ഹെൻസോ ജുട്സുവിൽ 7 പ്രധാന വേഷങ്ങളുണ്ടായിരുന്നു, ഷിച്ചിഹോഡെ എന്ന് വിളിക്കപ്പെട്ടിരുന്നത്. ഒരു നിഞ്ചയ്ക്ക് സന്യാസിയായും വേഷം കെട്ടാൻ കഴിയും. കോമുസോ എന്ന് വിളിക്കപ്പെട്ട കൊട്ടത്തലപ്പാവ് ധരിച്ച സന്യാസിമാർ ജപ്പാനിൽ സാധാരണമായിരുന്നു. അവർ പുല്ലാങ്കുഴൽ വായിച്ചുകൊണ്ട് യാത്ര ചെയ്യുമായിരുന്നു. ഒരു നിഞ്ച ഈ വേഷത്തിൽ എവിടെയും പോകാം. തലപ്പാവ് മുഖം മറയ്ക്കും, ആരും സംശയിക്കില്ല. കച്ചവടക്കാരനായും വേഷം കെട്ടാം. അഖിന്തോ എന്ന് വിളിക്കപ്പെട്ട സഞ്ചാരി വ്യാപാരികൾ ഗ്രാമം തോറും സാധനങ്ങൾ വിൽക്കുമായിരുന്നു. ഒരു നിഞ്ച ഈ വേഷത്തിൽ കോട്ടകൾക്കുള്ളിൽ പ്രവേശിക്കും, വിവരങ്ങൾ ശേഖരിക്കും. യാത്രക്കാരനായും ഷുഗൻജ എന്ന പർവ്വത സന്യാസിയായും സരുഗാക്കു എന്ന ചെറുനാടക കലാകാരനായും മധുരി എന്ന കർഷകനായും അവർ വേഷം കെട്ടുമായിരുന്നു. അവർ ശബ്ദം മാറ്റി സംസാരിക്കും. വോയിസ് മോഡുലേഷനിൽ അവർ പ്രാവീണ്യം നേടിയിരുന്നു. ഉയർന്ന ശബ്ദം, താഴ്ന്ന ശബ്ദം, വൃദ്ധന്റെ വിറയൽ, കുട്ടിയുടെ മധുരത. നടപ്പു മാറ്റും. നിവർന്നത്, കുനിഞ്ഞത്, തടിച്ചയാളിന്റെ നടത്തം, മെലിഞ്ഞയാളിന്റെ വേഗം. പെരുമാറ്റം മാറ്റും. ധനികന്റെ അഹങ്കാരം, സന്യാസിയുടെ വിനയം, കച്ചവടക്കാരന്റെ ചാതുര്യം. കോട്ടയ്ക്കുള്ളിൽ മാസങ്ങളോളം വേഷം കെട്ടി താമസിച്ച് രഹസ്യവിവരങ്ങൾ ശേഖരിച്ച നിഞ്ചകളുടെ കഥകൾ ചരിത്രത്തിലുണ്ട്. ഒരു പ്രശസ്തമായ കഥ എങ്ങനെയാണ്? 16-ാം നൂറ്റാണ്ടിൽ ഒരു നിഞ്ച ഒരു ശക്തനായ ദൈമ്യോയുടെ കോട്ടയിൽ പാചകക്കാരനായി ജോലി നേടി. 2 വർഷം അയാൾ അവിടെ ജോലി ചെയ്തു. എല്ലാവരും അയാളെ വിശ്വസിച്ചു. അയാൾ പാചകം ചെയ്തു, സേവിച്ചു, ശ്രദ്ധിച്ചു. ആരും സംശയിച്ചില്ല. അയാൾ രഹസ്യയോഗങ്ങൾ ശ്രവിച്ചു, പദ്ധതികൾ മനസ്സിലാക്കി, വിവരങ്ങൾ അയച്ചു. ഒടുവിൽ ഒരു രാത്രി ശത്രുക്കൾ ആക്രമിച്ചപ്പോൾ കോട്ട പതനമായി. കാരണം നിഞ്ച അയച്ച വിവരങ്ങളായിരുന്നു. അവരുടെ കൈവശം വിചിത്രമായ നിരവധി ഉപകരണങ്ങളുണ്ടായിരുന്നു. ഓരോ ഉപകരണവും പ്രത്യേക ഉദ്ദേശത്തിനായി രൂപകൽപ്പന ചെയ്തവ. മിസുഗുമോ എന്ന് വിളിക്കപ്പെട്ട വെള്ളത്തിൽ നടക്കുന്ന ചെരുപ്പുകൾ. ഈ പേര് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ഇത് യഥാർത്ഥത്തിൽ വെള്ളത്തിൽ നടക്കാൻ സഹായിക്കുന്നതല്ല. അത് ശാരീരികമായി അസാധ്യമാണ്. പക്ഷേ അതിവേഗം നീന്താനും ചെളി നിറഞ്ഞ സ്ഥലങ്ങളിൽ നടക്കാനും സഹായിച്ചു. ഈ ചെരുപ്പുകൾ വലിയ വൃത്താകൃതിയിലുള്ള വളങ്ങൾ പോലെയാണ് രൂപകൽപ്പന ചെയ്തത്. തടിയോ മുളയോ കൊണ്ട് നിർമ്മിച്ച് വായുവുള്ള ഭാഗങ്ങളുണ്ടായിരുന്നു. ഇത് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യാൻ സഹായിച്ചു. നിഞ്ച ഇത് കാലിൽ കെട്ടി കയറുകൾ പിടിച്ച് വെള്ളത്തിൽ അതിവേഗം നീന്തും. നീന്തൽ സ്ട്രോക്കുകൾ എളുപ്പമാകും, വേഗം കൂടും. ചെളി നിറഞ്ഞ സ്ഥലങ്ങളിൽ, നെൽപ്പാടങ്ങൾ, ചതുപ്പുനിലങ്ങൾ ഇത് ശരീരഭാരം വിതരണം ചെയ്യാൻ സഹായിച്ചു. സാധാരണ നടത്തിൽ ചെളിയിൽ താഴ്ന്നുപോകും, പക്ഷെ ഈ വലിയ ചെരുപ്പുകൾ ഉപയോഗിച്ച് മുകളിൽ തന്നെ നടക്കാം. സിനോബി സുയോ എന്ന വെള്ളത്തിനടിയിൽ ശ്വസിക്കാനുള്ള ഉപകരണം അവർക്കുണ്ടായിരുന്നു. ഇത് ആധുനിക സ്കൂബ ഗിയർ പോലെയല്ല, പക്ഷേ വളരെ ഫലപ്രദമായിരുന്നു. ഒരു മുളകുഴൽ ഉപയോഗിച്ച് അവർ വെള്ളത്തിനടിയിൽ മണിക്കൂറുകളോളം ഒളിച്ചിരുന്നു. വെള്ളത്തിന്റെ അടിത്തട്ടിൽ കിടന്ന് കാലിൽ കല്ലുകൾ കെട്ടി താഴ്ന്നു നിൽക്കും. മുളകുഴലിന്റെ ഒരറ്റം വായിലും മറ്റേ അറ്റം വെള്ളത്തിന്റെ ഉപരിതലത്തിൽ പൊങ്ങിക്കിടക്കും. അതിലൂടെ വായു ശ്വസിക്കും. എന്നാൽ വെറും മുളകുഴൽ പോരാ, അവരതിനെ മറയ്ക്കണം. ചിലപ്പോൾ കുഴൽ ഇലകളിൽ പൊതിയും. അതിനാൽ അത് പൊങ്ങിക്കിടക്കുന്ന ചവറ് പോലെ കാണപ്പെടും. ചിലപ്പോൾ താമരപ്പൂവിന്റെ തണ്ടായി വേഷം കിട്ടും. കാവൽക്കാർ കടന്നുപോകും, പക്ഷേ ഒന്നും കാണില്ല. വെള്ളത്തിന്റെ അടിയിൽ നിന്ന് നിഞ്ച അദൃശ്യനായി ശ്വസിച്ചുകൊണ്ട് കാത്തിരിക്കും. നിഞ്ചകളുടെ പരിശീലന രീതികൾ, അവരുടെ രഹസ്യ കോഡുകൾ, അവർ എങ്ങനെ വിവരങ്ങൾ കൈമാറിയിരുന്നു, അവരുടെ മരണകരമായ പോരാട്ട സാങ്കേതികതകൾ എന്നിവയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏറ്റവും പ്രശസ്തമായ നിഞ്ച വംശങ്ങളുടെ കഥകളും ചരിത്രത്തിലെ ഏറ്റവും അപകടകാരികളായ നിഞ്ചകളുടെ ജീവചരിത്രങ്ങളും നമുക്ക് പര്യവേക്ഷണം ചെയ്യാം. അവരുടെ ലക്ഷ്യങ്ങൾ പലതായിരുന്നു. ചിലപ്പോൾ അതൊരു രഹസ്യരേഖ മോഷ്ടിക്കാനായിരിക്കും, അല്ലെങ്കിൽ ശത്രുക്കളുടെ പദ്ധതികൾ മനസ്സിലാക്കാനായിരിക്കും. മറ്റു ചിലപ്പോൾ ഒരു നാടുവാഴിയുടെ ഉറക്കം കെടുത്തുന്ന ഒരു മുന്നറിയിപ്പ് നൽകാനായിരിക്കും. ഒരു തലയിണയുടെ അരികിൽ ഒരു ചെറിയ കഠാരി വെച്ച് അവർ തിരികെ പോകും. ആ നാടുവാഴി ഉണരുമ്പോൾ തന്റെ ജീവൻ മറ്റൊരാളുടെ കയ്യിലായിരുന്നു എന്ന തിരിച്ചറിവിൽ ഭയന്ന് വിറയ്ക്കും. ഷിനോബികൾ കൊലപാതകങ്ങൾ നടത്തിയിരുന്നു എന്നത് സത്യമാണ്, പക്ഷേ അത് അവസാനത്തെ വഴിയായിട്ടാണ് അവർ കണ്ടിരുന്നത്. ശബ്ദമില്ലാതെ, രക്തച്ചൊരിച്ചിലില്ലാതെ ഒരു ദൗത്യം പൂർത്തിയാക്കുന്നവനായിരുന്നു ഏറ്റവും മികച്ച ഷിനോബി. അവരുടെ യഥാർത്ഥ ശക്തി വാളിലായിരുന്നില്ല, മറിച്ച് അവരുടെ ബുദ്ധിയിലായിരുന്നു. മനഃശാസ്ത്രം, ചാരപ്രവർത്തനം,
വേഷം മാറൽ, കെണികളൊരുക്കൽ, വിഷങ്ങളെക്കുറിച്ചുള്ള അറിവ്, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത കഴിവുകൾ അവർ സ്വായത്തമാക്കി. ഇവരെക്കുറിച്ചുള്ള കഥകൾ ജപ്പാനിൽ പതുക്കെ പടർന്നു തുടങ്ങി. ആകാശത്ത് നിന്ന് അപ്രത്യക്ഷരാവുന്നവർ, വെള്ളത്തിലൂടെ നടക്കുന്നവർ, ചിന്തകളെ വായിക്കുന്നവർ എന്ന സാധാരണ മനുഷ്യർക്ക് സങ്കൽപ്പിക്കാൻ കഴിയാത്ത കഴിവുകളുള്ളവരായി അവർ കാണപ്പെട്ടു. ഈ കഥകളിൽ കുറച്ച് അതിശയോക്തികൾ ഉണ്ടായിരുന്നെങ്കിലും ഷിനോബികളുടെ യഥാർത്ഥ കഴിവുകൾ അതിലും അത്ഭുതകരമായിരുന്നു. ജപ്പാന്റെ ചരിത്രത്തിന്റെ ഗതി മാറ്റാൻ പോകുന്ന ശക്തിയായിരുന്നു അവർ. ആരുമറിയാതെ, ആരും കാണാതെ, നിഴലിലിരുന്ന് അവർ ചരിത്രത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. അതായിരുന്നു തുടക്കം. ജപ്പാന്റെ രഹസ്യയോദ്ധാക്കളുടെ, നിഞ്ചകളുടെ ഉദയം. എങ്ങനെയാണ് ഈ സാധാരണ മനുഷ്യർ ലോകത്തിലെ ഏറ്റവും മികച്ച ചാരന്മാരായി മാറിയത്? എന്തൊക്കെയായിരുന്നു അവരുടെ പരിശീലന രീതികൾ? നമുക്ക് പതിയെ ആ നിഴലുകളിലേക്ക് ആഴത്തിലിറങ്ങിച്ചെല്ലാം. നമ്മൾ പറഞ്ഞു നിർത്തിയത് ഷിനോബികളുടെ തുടക്കത്തെക്കുറിച്ചാണ്. അതിജീവനത്തിനായി പ്രകൃതിയെയും നിശബ്ദതയും കൂട്ടുപിടിച്ച ഒരു ജനത. എന്നാൽ എങ്ങനെയാണ് അവർ ഈ കഴിവുകൾ നേടിയെടുത്തത്? വെറുമൊരു ആശയം കൊണ്ട് മാത്രം ലോകം ഭരിക്കുന്ന യോദ്ധാക്കളായി മാറാൻ കഴിയില്ലല്ലോ. അവരുടെ പരിശീലനത്തിന്റെ വഴികൾ തേടി നമുക്ക് ജപ്പാന്റെ മലനിരകളിലേക്ക് ഒന്നുകൂടി യാത്ര ചെയ്യാം. ജപ്പാന്റെ ഹൃദയഭാഗത്ത്, തലസ്ഥാനമായ ക്യൂട്ടോയിൽ നിന്ന് അധികം ദൂരെയല്ലാതെ, നിബിഡമായ വനങ്ങളും കുത്തനെയുള്ള പർവ്വതങ്ങളും നിറഞ്ഞ 2 പ്രദേശങ്ങളുണ്ടായിരുന്നു: ഇഗ, കോഗ. പുറം ലോകത്തിന് അത്ര എളുപ്പത്തിൽ എത്തിപ്പെടാൻ കഴിയാത്ത ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ. ഈ ഒറ്റപ്പെടലാണ് ഷിനോബികളുടെ ഈട്ടില്ലമായി ഈ പ്രദേശങ്ങളെ മാറ്റിയത്. ഇവിടെ താമസിച്ചിരുന്നവർക്ക് നാടുവാഴികളുടെ സംരക്ഷണം കുറവായിരുന്നു. അവർക്ക് സ്വയം പ്രതിരോധിക്കാൻ പഠിക്കേണ്ടിയിരുന്നു. അങ്ങനെ ഈ മലനിരകൾ അവരുടെ പരിശീലന കളരിയായി മാറി. ഒരു ഷിനോബിയുടെ പരിശീലനം തുടങ്ങുന്നത് അവന്റെ ബാല്യത്തിലാണ്. അത് വാളോ കുന്തമോ ഉപയോഗിച്ചുള്ള പരിശീലനമായിരുന്നില്ല, മറിച്ച് കളികളിലൂടെയായിരുന്നു. ഒരു കുട്ടി തന്റെ കൂട്ടുകാരുമായി കളിക്കുന്നത് ഓർത്തുനോക്കൂ. പുഴയുടെ കുറുകെയുള്ള ഒറ്റത്തടി പാലത്തിലൂടെ ബാലൻസ് തെറ്റാതെ നടന്നുപോകുന്നൊരു കളി. അത് വെറുമൊരു കളിയല്ല, ഉയരത്തിലുള്ള കോട്ടമതിലുകളിലൂടെ അനായാസം നടന്നുപോകാനുള്ള പരിശീലനത്തിന്റെ ആദ്യ പടിയാണ്. ഒരു മുതിർന്ന ഷിനോബി തന്റെ കുഞ്ഞുമകനെ പുഴയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് പറയും, ആ വെള്ളത്തിനടിയിൽ എത്ര നേരം നിനക്ക് ശ്വാസം അടക്കി പിടിക്കാൻ കഴിയും? ശ്രമിച്ചു നോക്കൂ. ഓരോ ദിവസവും ഒരു നിമിഷം കൂടുതൽ. ഒരു നാൾ ശത്രുക്കൾ നിന്നെ പിന്തുടരുമ്പോൾ ഒരു പൊള്ളയായ മുളങ്കുഴലിലൂടെ ശ്വസിച്ചുകൊണ്ട് മണിക്കൂറുകളോളം വെള്ളത്തിനടിയിൽ ഒളിച്ചിരിക്കാൻ നിനക്ക് സാധിക്കും. അവർ കുട്ടികളെ കണ്ണുകെട്ടി വനത്തിനുള്ളിൽ കൊണ്ടുപോയി വിടും. എന്നിട്ട് പറയും, ഇനി നീ നിന്റെ വീട് കണ്ടെത്തണം. കാറ്റിന്റെ ദിശ ശ്രദ്ധിക്കുക, ഇലകളുടെ മണം തിരിച്ചറിയുക, ദൂരെ കേൾക്കുന്ന അരുവി ഒഴുകുന്നത് എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കുക. നിന്റെ കണ്ണുകളേക്കാൾ കൂടുതൽ നിന്റെ മറ്റു ഇന്ദ്രിയങ്ങളെ വിശ്വസിക്കാൻ പഠിക്കുക. ഇത് അവരുടെ ഇന്ദ്രിയങ്ങളെ അവിശ്വസനീയമായ രീതിയിൽ മൂർച്ച കൂട്ടി. ഒരില അനങ്ങിയാൽ പോലും അത് കാറ്റുകൊണ്ടാണോ അതോ ഒരു മനുഷ്യന്റെ സാന്നിധ്യം കൊണ്ടാണോ എന്ന് തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞു. അവരുടെ ശാരീരിക പരിശീലനം അഥവാ തൈജുത്സു സമുറായികളുടേതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. സമുറായികൾക്ക് കരുത്തുള്ള ശരീരം വേണമായിരുന്നു, ഭാരമുള്ള പടച്ചട്ടയണിഞ്ഞു പോരാടാൻ. എന്നാൽ ഷിനോബികൾക്ക് വേണ്ടത് ഭാരം കുറഞ്ഞ വഴക്കമുള്ള ശരീരമായിരുന്നു. അവർ മരങ്ങളിൽ നിന്ന് മരങ്ങളിലേക്ക് അനായാസം ചാടി, പാറക്കെട്ടുകളിൽ ഒരു ചിലന്തിയെപ്പോലെ കയറിപ്പറ്റി, വീഴ്ചകളെ അതിജീവിക്കാൻ പഠിച്ചു. ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴുമ്പോൾ ഒരു പന്തുപോലെ ഉരുണ്ട് പരിക്കുപറ്റാതെ രക്ഷപ്പെടാനുള്ള ഉക്കമി എന്ന വിദ്യ അവർ പരിശീലിച്ചു. ഒരു ഷിനോബി മാസ്റ്റർ തന്റെ ശിഷ്യനോട് പറയുന്ന ഒരു രംഗം സങ്കൽപ്പിക്കുക. അവർ ഒരു അരുവിയുടെ കരയിലാണ്. മാസ്റ്റർ ശാന്തമായി ചോദിച്ചു, ആ ഒഴുകുന്ന വെള്ളം കണ്ടോ? അതതിന്റെ വഴിയിലുള്ള വലിയ പാറയെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ശിഷ്യൻ പറഞ്ഞു, ഇല്ല, അത് പാറയെ ചുറ്റി ഒഴുകിപ്പോകുന്നു. മാസ്റ്റർ പുഞ്ചിരിച്ചു, അതുതന്നെ, അതാണ് നിഞ്ചുത്സുവിന്റെ ഹൃദയം. ശക്തിയെ ശക്തി കൊണ്ട് നേരിടരുത്. എപ്പോഴും ഒഴുകിപ്പോകാനൊരു വഴി കണ്ടെത്തുക, പ്രതിരോധമില്ലാത്ത ഇടം കണ്ടെത്തുക, എതിരാളിയുടെ ശക്തിയെ അവർക്ക് തന്നെ എതിരെ ഉപയോഗിക്കുക. ഒരു ശിലോബി വെള്ളം പോലെയാകണം, ശാന്തമായിരിക്കുമ്പോൾ പ്രതിബിംബം കാണിക്കുന്ന തെളിഞ്ഞ ജലാശയം പോലെ.
എന്നാൽ പ്രക്ഷുബ്ധമാകുമ്പോൾ എന്തും തകർത്തെറിയാൻ കഴിവുള്ള പ്രളയം പോലെ. എന്നാൽ ശാരീരികമായ കഴിവിനേക്കാൾ അവർ പ്രാധാന്യം നൽകിയത് മാനസികമായ കരുത്തിനായിരുന്നു. നിൻതായ് അഥവാ ക്ഷമ, സഹനശക്തി. ഒരു ദൗത്യത്തിനായി ദിവസങ്ങളോളം, ചിലപ്പോൾ ആഴ്ചകളോളം ഒരേ ഇരിപ്പിൽ ചലനമറ്റ ഒരു മലക്കുറ്റി പോലിരിക്കാൻ അവർ പരിശീലിച്ചു. വിശപ്പും ദാഹവും വേദനയും നിയന്ത്രിക്കാൻ അവർ പഠിച്ചു. ഭയത്തെ എങ്ങനെ അതിജീവിക്കാമെന്ന് അവർ പരിശീലിച്ചു. ഒരു ഷിനോബിയുടെ ഏറ്റവും വലിയ ശത്രു പുറത്തുള്ളവനല്ല, അവന്റെ ഉള്ളിലെ ഭയമാണ് എന്ന് അവർ വിശ്വസിച്ചു. ധ്യാനത്തിലൂടെയും കഠിനമായ മാനസിക പരിശീലനത്തിലൂടെയും അവർ മനസ്സിനെ ഒരു ഉരുക്കുകോട്ടയാക്കി മാറ്റി. അവർ പ്രകൃതിയുടെ ഭാഷ പഠിച്ചു. ഓരോ ചെടിയുടെയും ഗുണങ്ങളും ദോഷങ്ങളും അവർക്കറിയാമായിരുന്നു. ഏത് ചെടിക്ക് വിശപ്പടക്കാൻ കഴിയും, ഏത് ചെടിയുടെ നീര് മാരകമായ വിഷമാണ്, ഏത് ചെടിയുടെ ഇലകൾക്ക് മുറിവുണക്കാൻ കഴിയും എന്നെല്ലാം അവർ മനഃപ്പാഠമാക്കി. രാത്രിയിൽ നക്ഷത്രങ്ങളെ നോക്കി ദിശയറിയാനും മേഘങ്ങളെ നോക്കി മഴ വരുമോ എന്ന് പ്രവചിക്കാനും അവർക്ക് കഴിഞ്ഞു. പ്രകൃതി അവരുടെ വീടും ആയുധശാലയും വൈദ്യനുമെല്ലാമായിരുന്നു. ഈ അടിസ്ഥാന പരിശീലനങ്ങൾക്ക് ശേഷമാണ് അവർ ആയുധവിദ്യകളിലേക്കും ചാരപ്രവർത്തനത്തിന്റെ സങ്കീർണമായ പാഠങ്ങളിലേക്കും കടക്കുന്നത്. സാധാരണ കർഷകരിൽ നിന്ന്, അതിജീവനത്തിന്റെ കല പഠിച്ചവരിൽ നിന്ന്, ജപ്പാന്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ പോന്ന ഒരു നിഗൂഢ സൈന്യമായി അവർ പതുക്കെ രൂപപ്പെടുകയായിരുന്നു. ഇഗയിലെയും കോഗയിലെയും മലനിരകൾക്കുള്ളിൽ ലോകം അന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ ശക്തി ഉണരുകയായിരുന്നു. ഒരു ഷിനോബിയുടെ മനസ്സും ശരീരവും ഒരുങ്ങി. പ്രകൃതിയുമായി അവർ ഇണങ്ങിച്ചേർന്നു. ഇനി അവർക്ക് വേണ്ടത് തങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള ഉപകരണങ്ങളാണ്. എന്നാൽ ആയുധങ്ങളെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രമല്ല ഷിനോബികളുടേത്. ഒരു സമുറായിയുടെ ആയുധം അവന്റെ അഭിമാനത്തിന്റെ ചിഹ്നമായിരുന്നു. മനോഹരമായി കൊത്തുപണികൾ ചെയ്ത, തലമുറകൾ കൈമാറി വന്ന കറ്റാന എന്ന വാൾ അതവരുടെ ആത്മാവിന്റെ ഭാഗമായിരുന്നു. എന്നാൽ ഷിനോബികൾക്ക് ഒരു ഉപകരണം വെറുമൊരു ഉപകരണം മാത്രമായിരുന്നു. അതിനൊരു ലക്ഷ്യമുണ്ട്. അത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ അതിന്റെ ആവശ്യം കഴിഞ്ഞു. അവരുടെ ആയുധങ്ങൾ പോലും അവരുടെ തത്വശാസ്ത്രം വിളിച്ചു പറഞ്ഞു. പ്രായോഗികത, ലാളിത്യം, ഒന്നിലധികം ഉപയോഗങ്ങൾ. ഏറ്റവും പ്രശസ്തമായ നിഞ്ച ആയുധം ഒരുപക്ഷെ അവരുടെ വാളായിരിക്കും, ഷിനോബി ഗറ്റാന. ഒറ്റനോട്ടത്തിൽ സമുറായിയുടെ കറ്റാന പോലെ തോന്നാമെങ്കിലും അത് വളരെ വ്യത്യസ്തമായിരുന്നു. കറ്റാന നീളമുള്ളതും ചെറുതായി വളഞ്ഞതും അതിമനോഹരവുമായിരുന്നുവെങ്കിൽ ഷിനോബിയുടെ വാൾ നീളം കുറഞ്ഞതും ഏതാണ്ട് നേർരേഖയിലുമുള്ളതായിരുന്നു. എന്തിനാണിത്? കാരണം ഒരു ഷിനോബിയെ സംബന്ധിച്ചിടത്തോളം വാൾ വെട്ടാനും കുത്താനും വേണ്ടി മാത്രമുള്ളതായിരുന്നില്ല. ഇടുങ്ങിയ ഇടനാഴികളിലൂടെ പോകുമ്പോൾ നീളം കുറഞ്ഞ വാൾ കൊണ്ടു നടക്കാൻ എളുപ്പമാണ്. അതിന്റെ ഉറ സാധാരണ വാളിന്റെ ഉറയേക്കാൾ നീളം കൂടിയതായിരുന്നു. ആ ഒഴിഞ്ഞ ഭാഗത്തവർ രഹസ്യ സന്ദേശങ്ങളോ വിഷപ്പൊടികളോ ഒളിപ്പിച്ചു വെച്ചു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. രാത്രിയിൽ ഒരു കോട്ടയുടെ ഭിത്തിക്ക് താഴെ പതുങ്ങിയിരിക്കുന്ന ഒരു ഷിനോബിയെ. അയാൾ തന്റെ വാൾ ഉറയിൽ നിന്ന് ഊരി നിലത്ത് കുത്തി നിർത്തുന്നു. വാളിന്റെ കൈപിടിയും ബ്ലേഡും ചേരുന്ന ഭാഗത്തുള്ള പരന്ന തകിട് സുബ സാധാരണയേക്കാൾ വലുതും സമചതുരാകൃതിയിലുമുള്ളതാണ്. അയാൾ അതിൽ ചവിട്ടി മതിലിൽ ഒന്നുകൂടി ഉയരത്തിൽ പിടിക്കാൻ ശ്രമിക്കുന്നു. അതെ, അയാളുടെ വാൾ ഒരു ചവിട്ടുപടിയായി മാറി. ചിലപ്പോൾ വെള്ളത്തിനടിയിൽ ഒളിക്കേണ്ടി വരുമ്പോൾ വാളിന്റെ പൊള്ളയായ ഉറ ഒരു ശ്വാസമെടുക്കാനുള്ള കുഴലായി സ്നോർക്കൽ അവർ ഉപയോഗിച്ചു. ഒരായുധം, എത്രയെത്ര ഉപയോഗങ്ങൾ. പിന്നീടുള്ളതാണ് ലോകമെമ്പാടും സിനിമകളിലൂടെ പ്രശസ്തമായ ഷുറിക്കൻ അഥവാ ഫ്ലൈയിങ് സ്റ്റാർ. പലരും വിചാരിക്കുന്നത് പോലെ ഇതൊരു മാരക ആയുധമായിരുന്നില്ല. ഒരു ഷുറിക്കൻ എറിഞ്ഞ് ഒരാളെ കൊല്ലുന്നത് വളരെ പ്രയാസമാണ്. അതിന്റെ യഥാർത്ഥ ഉപയോഗം അതായിരുന്നില്ല. അതൊരു മെത്സുബുഷിയായിരുന്നു, ശ്രദ്ധ തിരിക്കുന്ന ഉപകരണം. കാവൽക്കാരൻ നിൽക്കുന്ന ഇടനാഴിയുടെ അങ്ങേയറ്റത്ത് നിന്ന് ഒരു ലോഹത്തകട് ചീറിപ്പാഞ്ഞു വന്ന് ഭിത്തിയിൽ തട്ടി ഒരു ശബ്ദമുണ്ടാക്കുന്നു. ആ നിമിഷം കാവൽക്കാരന്റെ ശ്രദ്ധ തിരിയും. എന്താണത് എന്ന ചിന്തയിൽ അവൻ അങ്ങോട്ട് നോക്കുന്ന ആ ഒരൊറ്റ നിമിഷം മതി ഷിനോബിക്ക് അയാളുടെ പിന്നിലൂടെ നിഴലായി കടന്നുപോകാൻ. ചിലപ്പോൾ ഷുരിക്കനുകളുടെ മുനയിൽ അവർ മാരകമല്ലാത്ത വിഷം പുരട്ടിയിരുന്നു. ചെറിയൊരു മുറിവുണ്ടാക്കി ദിവസങ്ങൾക്ക് ശേഷം ആ കാവൽക്കാരന് ഒരസുഖം പിടിപെടും. ആരും അതൊരാക്രമണമായി സംശയിക്കുക പോലുമില്ല. അവരുടെ മറ്റൊരു പ്രധാന ആയുധമായിരുന്നു കുസരിഗാമ. കാഴ്ചയിൽ ഇതൊരു സാധാരണ കർഷകന്റെ ആയുധമാണ്. ഒരരിവാളും
ആ അരിവാളിന്റെ പിടിയിൽ ഘടിപ്പിച്ച ഒരു നീണ്ട ചങ്ങലയും ചങ്ങലയുടെ അറ്റത്ത് ഒരു ഭാരവും. ഒരു ഷിനോബി കർഷകന്റെ വേഷത്തിൽ ഒരു ഗ്രാമത്തിലൂടെ നടന്നു പോകുമ്പോൾ ആരും അയാളെ സംശയിക്കില്ല. കാരണം അയാൾ കയ്യിൽ കരുതുന്നത് ഒരു വ്യവസായ ഉപകരണം മാത്രമാണ്. എന്നാൽ ഒരു ഏറ്റുമുട്ടലുണ്ടായാലോ? അയാൾ ആ ചങ്ങല ചുഴറ്റി എതിരാളിയുടെ വാളിലോ കൈയിലോ കാലിലോ കിരുക്കും. വാൾ നഷ്ടപ്പെട്ട സമുറായി നിസ്സഹായനാകും. ആ തക്കം നോക്കി അരിവാൾ ഉപയോഗിച്ച് ഷിനോബിക്ക് അവനെ കീഴ്പ്പെടുത്താം. അല്ലെങ്കിൽ ചങ്ങലയുടെ അറ്റത്തുള്ള ഭാരം കൊണ്ട് ദൂരെ നിന്ന് തന്നെ ആക്രമിക്കാം. ഒരു സാധാരണ ഉപകരണം എത്രമാത്രം അപകടകാരിയായ ആയുധമായി മാറുന്നുവെന്ന് നോക്കൂ. ഷിനോബി തന്റെ കൈയിലെ അരിവാളിൽ നോക്കി ശാന്തനായി ചിന്തിക്കുന്നുണ്ടാവാം. ഇവർ കാണുന്നത് നെല്ല് കൊയ്യാനുള്ള ഒരു ഉപകരണം. അവരിതിന്റെ മൂർച്ചയെ ഭയക്കുന്നില്ല. എന്റെ വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച ഈ ചങ്ങലയുടെ നീളം അവർക്കറിയില്ല. ഈ ഭാരത്തിന്റെ താളം അവർ മനസ്സിലാക്കുന്നില്ല. അവർ കാണുന്നത് ഒരു കർഷകനെയാണ്, അവരുടെ അന്ത്യത്തെയല്ല. ഇതുപോലെ ഷിനോബികളുടെ ഓരോ ഉപകരണത്തിനും അതിൻ്റെതായ രഹസ്യങ്ങളുണ്ടായിരുന്നു. കാഗിനാവ എന്ന കൊളുത്തും കയറും കോട്ടമതിലുകൾ കയറാൻ സഹായിച്ചു. മുട്ടയുടെ തോടുകളിലും ചെറിയ തുണിസഞ്ചികളിലും നിറച്ച ചാരം, മണ്ണ്, മുളകുപൊടി എന്നിവ ശത്രുവിന്റെ മുഖത്തേക്കെറിഞ്ഞ് കാഴ്ച മറയ്ക്കാൻ ഉപയോഗിച്ചു. പുകബോംബുകൾ ഒരു മറ സൃഷ്ടിച്ച് രക്ഷപ്പെടാൻ സഹായിച്ചു. അവരുടെ ആയുധങ്ങൾ യുദ്ധം ചെയ്യാനായിരുന്നില്ല, ദൗത്യം പൂർത്തിയാക്കാനായിരുന്നു. രക്തച്ചൊഴിച്ചിലില്ലാതെ ഒരു വിജയം നേടാൻ അവരെ സഹായിക്കുന്ന ഉപകരണങ്ങൾ. അവരുടെ ആയുധപ്പുര അവരുടെ ബുദ്ധിയായിരുന്നു. ഈ ഉപകരണങ്ങൾ അതിൻ്റെ താക്കോലുകൾ മാത്രം. ആയുധങ്ങളെക്കുറിച്ചും ഉപകരണങ്ങളെക്കുറിച്ചും നമ്മൾ കേട്ടു. എന്നാൽ ഒരു ഉപകരണം അത് എത്ര മൂർച്ചയുള്ളതായാലും അത് ഉപയോഗിക്കുന്നവന്റെ കയ്യിൽ മാത്രമാണ് ജീവൻ വയ്ക്കുന്നത്. ഒരു ഷിനോബിയുടെ യഥാർത്ഥ ശക്തി അവന്റെ കയ്യിലെ കടാരിയിലോ അരയിലെ ചങ്ങലയിലോ ആയിരുന്നില്ല, അതവന്റെ തലച്ചോറിലായിരുന്നു. കബളിപ്പിക്കലിന്റെയും വേഷപകർച്ചയുടെയും മനഃശാസ്ത്രത്തിന്റെയും അഗാധ തലങ്ങളിൽ നവർ നേടിയെടുത്ത കഴിവിലായിരുന്നു. ഷിനോബികളുടെ ലോകത്ത് ഏറ്റവും അപകടകാരിയവൻ ഏറ്റവും കൂടുതൽ ആളുകളെ കൊല്ലുന്നവനല്ല, മറിച്ച് ആരും തിരിച്ചറിയാതെ ജനക്കൂട്ടത്തിൽ അലിഞ്ഞുചേരാൻ കഴിയുന്നവനായിരുന്നു. അവരുടെ ഏറ്റവും വലിയ കലയായിരുന്നു വേഷം മാറൽ. അവർക്ക് പ്രത്യേകമായൊരു രീതി തന്നെ ഉണ്ടായിരുന്നു. ഷിച്ചിഹോദെ അഥവാ 7 വഴികളിലെ വേഷപകർച്ച. ഒരു സാധാരണ മനുഷ്യനായി സമൂഹത്തിൽ ജീവിക്കുമ്പോൾ തന്നെ 7 തരത്തിലുള്ള ആളുകളായി മാറാൻ ഒരു ഷിനോബി പരിശീലിച്ചിരുന്നു. ഒരു സന്യാസി, ഒരു പുരോഹിതൻ, ഒരു കച്ചവടക്കാരൻ, ഒരു കലാകാരൻ, ഒരു സാധാരണക്കാരൻ, അങ്ങനെ പല രൂപങ്ങൾ. നമുക്കൊരു നിമിഷം കണ്ണടച്ച് സങ്കല്പിക്കാം. ശത്രുരാജ്യത്തെ ഒരു കോട്ടയുടെ അടുത്തുള്ള പട്ടണം. തെരുവുകളിൽ ആളുകൾ തിരക്കിട്ട് നടക്കുന്നു, സാധനങ്ങൾ വാങ്ങുന്നു, വിൽക്കുന്നു, പരസ്പരം സംസാരിക്കുന്നു. ആ തിരക്കിനിടയിൽ മുഖം പാതി മറച്ച ഒരു വട്ടത്തിലുള്ള തൊപ്പിവെച്ച് കയ്യിലൊരു ഓടക്കുഴലുമായി ഒരു സന്യാസി കോമൂസോ നടന്നുപോകുന്നു. അയാൾ ഒന്നും സംസാരിക്കുന്നില്ല. ഇടയ്ക്ക് നിന്ന് ഓടക്കുഴൽ വായിക്കും. ആളുകൾ അയാൾക്ക് കുറച്ച് നാണയങ്ങൾ നൽകും. ആരും അയാളെ ശ്രദ്ധിക്കുന്നില്ല. വെറുമൊരു ഭിക്ഷായാചിക്കുന്ന സന്യാസി. എന്നാൽ ആ സന്യാസിയുടെ ഉള്ളിലേക്ക് നമുക്കൊന്ന് കാതോർക്കാം. അയാൾ തന്നോട് തന്നെ മന്ത്രിക്കുന്നുണ്ടാവാം. ഈ സംഗീതം അവരുടെ കാതുകൾക്കൊരു മറയാണ്. അവർ കേൾക്കുന്നത് എൻ്റെ ഓടക്കുഴലിൻ്റെ വിഷാദരാഗമാണ്. പക്ഷേ എൻ്റെ കണ്ണുകൾ കാണുന്നത് മറ്റൊന്നാണ്. ആ കോട്ടയുടെ പ്രധാന കവാടത്തിലിപ്പോൾ 4 കാവൽക്കാരുണ്ട്. അരമണിക്കൂർ മുൻപ് അത് 3 ആയിരുന്നു. അവർ കാവൽ മാറുന്ന സമയം കൃത്യമായി എനിക്കറിയണം. കിഴക്കുഭാഗത്തെ മതിലിന് ഉയരം കുറവാണ്. അവിടുത്തെ മണ്ണ് ഉറപ്പില്ലാത്തതാണ്. മഴ പെയ്താൽ ഒരുപക്ഷെ അവിടെ ഒരു വിള്ളലുണ്ടായേക്കാം. ആ കച്ചവടക്കാരൻ പറയുന്നത് കേൾക്കൂ. കോട്ടയ്ക്കുള്ളിൽ ഭക്ഷണത്തിന് ക്ഷാമമുണ്ടെന്ന്, സൈനികൾക്ക് ശമ്പളം കിട്ടിയിട്ട് മാസങ്ങളായെന്ന്. ഈ വിവരങ്ങളാണ് എൻ്റെ യഥാർത്ഥ ഭിക്ഷ. ഈ ഓടക്കുഴൽ എൻ്റെ ആയുധവും. കണ്ടില്ലേ, ഒരു തുള്ളി രക്തം ചിന്താതെ, ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ എത്രയോ വിലപ്പെട്ട വിവരങ്ങളാണ് അയാൾ ശേഖരിക്കുന്നത്. ഒരു ഷിനോബിയുടെ 90% ജോലിയും ഇതായിരുന്നു: ചാരപ്രവർത്തനം, എസ്പിയോനാജ്, വിവരങ്ങൾ ശേഖരിക്കുക. കൊലപാതകം അവരുടെ അവസാനത്തെ വഴിയായിരുന്നു. കാരണം ഒരു കൊലപാതകം നടന്നാൽ എല്ലാവരും ജാഗരൂകരാകും, കോട്ടയുടെ സുരക്ഷ വർദ്ധിപ്പിക്കും. എന്നാൽ വിവരങ്ങൾ ചോരുന്നത് ആരും അറിയില്ല. വിവരങ്ങൾ കൈവശമുള്ളവനാണ് യഥാർത്ഥത്തിൽ യുദ്ധം നിയന്ത്രിക്കുന്നത്. ഇങ്ങനെ ശേഖരിക്കുന്ന വിവരങ്ങൾ അവർ തങ്ങളുടെ യജമാനന് കൈമാറുന്നതിനും ഉണ്ടായിരുന്നു രഹസ്യവഴികൾ. ഒരു മരക്കൊമ്പിൽ പ്രത്യേക രീതിയിൽ കെട്ടിയ ഒരു ചരടിന് ഒരർത്ഥമുണ്ടാകും. ഒരു ചിത്രകാരനായി വേഷം മാറിയ ഷിനോബി വരയ്ക്കുന്ന ഒരു പ്രകൃതി ദൃശ്യത്തിന്റെ ചിത്രം യഥാർത്ഥത്തിൽ ഒരു കോട്ടയുടെ വിശദമായ മാപ്പായിരിക്കും.
അതിലെ മരങ്ങളുടെ എണ്ണം കാവൽക്കാരുടെ എണ്ണത്തെയും പുഴയുടെ വളവുകൾ രഹസ്യപാതകളെയും സൂചിപ്പിക്കാം. ഇതിനെല്ലാം അപ്പുറം ഷിനോബികൾ മനഃശാസ്ത്രപരമായ യുദ്ധത്തിൽ വിദഗ്ധരായിരുന്നു. അവർ തങ്ങളെക്കുറിച്ച് തന്നെ കെട്ടുകഥകൾ പ്രചരിപ്പിച്ചു. തങ്ങൾക്ക് അമാനുഷികമായ കഴിവുകളുണ്ടെന്ന് ശത്രുക്കളെ വിശ്വസിപ്പിച്ചു. രാത്രിയിൽ കോട്ടയുടെ മതിലിന് മുകളിൽ കാവൽ നിൽക്കുന്ന ഒരു സൈനികൻ. പൂർണ്ണചന്ദ്രനുള്ള രാത്രി. പെട്ടെന്ന് ഒരു നിഴൽ മേൽക്കൂരയിലൂടെ മിന്നൽ വേഗത്തിൽ കടന്നുപോകുന്നതുപോലെ അയാൾക്ക് തോന്നി. അയാൾ കണ്ടു ചിമ്മി തുറന്നു. അവിടെ ആരുമില്ല. വെറും തോന്നലായിരിക്കുമെന്ന് കരുതി അയാൾ തിരിയുമ്പോൾ താൻ നിന്ന തൂണിന്റെ അരികിൽ ഒരു ശുരിക്കൻ തറച്ചിരിക്കുന്നു. അതിലൊരു തുണ്ടു കടലാസിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിന്റെ ഉറക്കം ഞങ്ങൾ കാണുന്നുണ്ട്. ആ സൈനികന്റെ മനസാവസ്ഥ ഒന്ന് ഓർത്തു നോക്കൂ. അടുത്ത ദിവസം ഈ വാർത്ത കോട്ട മുഴുവൻ പരക്കും. സൈനികർക്ക് രാത്രിയിൽ കാവൽ നിൽക്കാൻ ഭയമാവും. അവർ പരസ്പരം സംശയിക്കാൻ തുടങ്ങും. കോട്ടയുടെ അധിപനായ ഡൈമ്യോയുടെ ഉറക്കം നഷ്ടപ്പെടും. തന്റെ കിടപ്പുമുറിയിൽ പോലും താൻ സുരക്ഷിതനല്ലെന്ന് അയാൾ ഭയക്കും. ഒരാക്രമണവും നടത്താതെ, ആയുധമെടുക്കാതെ ഷിനോബികൾ ആ കോട്ടയുടെ മനോവീര്യം തകർത്തു. ഭയമെന്ന ആയുധം ഉപയോഗിച്ച് അവരാ യുദ്ധം പകുതി ജയിച്ചു കഴിഞ്ഞു. അങ്ങനെ ഷിനോബി വെറുമൊരു യോദ്ധാവല്ലാതായി. അവനൊരു നടനായി, ഒരു ചാരനായി, ഒരു മനഃശാസ്ത്രജ്ഞനായി, ചിലപ്പോൾ ആളുകളുടെ മനസ്സിലെ ഒരു ദുസ്വപ്നമായി മാറി. അവന്റെ യുദ്ധഭൂമി കോട്ടകളോ വയലുകളോ ആയിരുന്നില്ല, മറിച്ച് മനുഷ്യരുടെ മനസ്സായിരുന്നു. കഴിവുകളും ആയുധങ്ങളും കബളിപ്പിക്കാനുള്ള വിദ്യകളുമായി ഷിനോബികൾ ഒരുങ്ങി. എന്നാൽ ഈ കഴിവുകൾ എവിടെയാണ് അവർ ഉപയോഗിച്ചത്? ആരാണ് അവരുടെ സേവനം തേടിയെത്തിയത്? ഇതിന്റെ ഉത്തരം തേടി നമ്മൾ ജപ്പാന്റെ ഇതിഹാസത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സെൻഗോക്കു കാലഘട്ടം, സെൻഗോക്കു പീരിയഡ്. യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങളുടെ കാലം. 150 വർഷത്തോളം നീണ്ടുനിന്ന ആഭ്യന്തര യുദ്ധങ്ങളുടെ ഒരു കാലമായിരുന്നു അത്. ജപ്പാൻ മുഴുവൻ ചെറു രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു. ഓരോ രാജ്യവും ഭരിച്ചിരുന്നത് ഒരു ഡൈമ്യോയായിരുന്നു. അയൽക്കാരനെ വിശ്വസിക്കാൻ കഴിയാത്ത, ഇന്ന് മിത്രമായവൻ നാളെ ശത്രുവാകുന്ന നിരന്തരമായ സംഘർഷങ്ങളുടെ കാലം. അധികാരം മാത്രമായിരുന്നു എല്ലാവരുടെയും ലക്ഷ്യം. ഈ കാലഘട്ടമാണ് ഷിനോബികളുടെ സുവർണ കാലഘട്ടമായി മാറിയത്. ഈഗ, കോഗ എന്നീ പ്രവിശ്യകൾ അവരുടെ ഒറ്റപ്പെട്ട ഭൂപ്രകൃതി കാരണം ഒരു പരിധിവരെ സ്വതന്ത്രരായിരുന്നു. അവർക്ക് സ്വന്തമായ നിയമങ്ങളും ഭരണരീതികളും ഉണ്ടായിരുന്നു. ഈ സമയത്താണ് തങ്ങളുടെ അതിജീവനത്തിനായി അവരൊരു പുതിയ വഴി കണ്ടെത്തിയത്: വാടകയ്ക്കെടുക്കാവുന്ന ചാരന്മാർ. അവർ ഒരു സമുറായിക്കും സ്ഥിരമായി കൂറു പുലർത്തിയില്ല. ഒരു സമുറായി തന്റെ യജമാനു വേണ്ടി മരണം വരെ പോരാടുമെങ്കിൽ, ഒരു ഷിനോബി സംഘം ഒരു ദൗത്യത്തിന് മാത്രമായിരുന്നു പ്രവർത്തിച്ചത്. അവരുടെ സേവനത്തിന് ആരു പ്രതിഫലം നൽകുന്നോ അവർക്ക് വേണ്ടി ഷിനോബികൾ ജോലി ചെയ്തു. ഇതവരെ ജപ്പാനിലെ ഏറ്റവും അപകടകാരികളും അതേസമയം ഏറ്റവും വിലപ്പെട്ടവരുമാക്കി മാറ്റി. ഡൈമ്യോമാർക്ക് മനസ്സിലായി, യുദ്ധം ജയിക്കാൻ വാളേന്തിയ സമുറായികൾ മാത്രം പോരാ. ശത്രുവിന്റെ അടുത്ത നീക്കം എന്താണെന്നറിയണം. അവരുടെ സൈന്യത്തിൽ എത്ര പേരുണ്ടെന്നറിയണം. അവരുടെ കോട്ടയുടെ ബലഹീനതകൾ കണ്ടെത്തണം. ഈ അറിവുകൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരേ ഒരു കൂട്ടർ ഷിനോബികളായിരുന്നു. ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു ഭരണാധികാരി, പിന്നീട് ജപ്പാനെ ഒന്നിപ്പിച്ച തൊകഗാവ ഇയേയാസു, ഷിനോബികളുടെ കഴിവുകളെ പൂർണ്ണമായി ഉപയോഗിച്ച ഒരാളായിരുന്നു. ഒരു നിർണായകമായ ഘട്ടത്തിൽ ഇയേയാസു ഒരു യുദ്ധത്തിൽ പരാജയപ്പെട്ട് ശത്രുക്കൾക്കിടയിൽ ഒറ്റപ്പെട്ടുപോയി. മുന്നോട്ടു പോകാൻ വഴിയില്ല, പിന്നോട്ടു പോകാനും. ചുറ്റും സൈന്യം. രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്നു. ആ രാത്രിയിൽ തന്റെ കൂടാരത്തിലിരുന്ന് ഇയേയാസു ചിന്തയിലാണ്ടു. നാളത്തെ സൂര്യോദയം താൻ കാണുമോ എന്നുപോലും ഉറപ്പില്ല. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാവ് അരികിലെത്തി മന്ത്രിച്ചത്: പ്രഭോ, ഒരു വഴിയുണ്ട്. ഈഗയിലെ ആളുകളെ നമുക്ക് വിളിക്കാം. അധികം വൈകാതെ രാത്രിയുടെ മറവിൽ ഒരു നിഴൽ പോലെ ഒരു മനുഷ്യൻ ഇയേയാസുവിന്റെ മുന്നിലെത്തി. അയാളുടെ പേര് ഹത്തോരി ഹാൻസോ, ഈഗയിലെ ഷിനോബികളുടെ തലവൻ. അയാൾ ഇയേയാസുവിന്റെ മുന്നിൽ മുട്ടുകുത്തി നിന്നു. ഇയേയാസു ചോദിച്ചു: എന്നെ ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഈ മലനിരകളും കാടുകളും എനിക്ക് അപരിചിതമാണ്, പക്ഷേ നിങ്ങൾക്കിത് സ്വന്തം വീട് പോലെയാണ്. ഹത്തോരി ഹാൻസോ മുഖമുയർത്താതെ പറഞ്ഞു: പ്രഭോ, വഴികൾ കാണിക്കുന്ന നക്ഷത്രങ്ങൾ മാത്രമല്ല ആകാശത്തുള്ളത്, വഴിയറിയാവുന്ന മനുഷ്യരും ഈ ഭൂമിയിലുണ്ട്. നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുകയാണെങ്കിൽ സൂര്യൻ ഉദിക്കുന്നതിനു മുൻപ് നിങ്ങളെ സുരക്ഷിതമായ ഒരിടത്ത് എത്തിക്കാം.
അന്നത്തെ രാത്രിയിൽ നടന്നത് ചരിത്രമാണ്. ഹത്തോരി ഹാൻസോയും അദ്ദേഹത്തിന്റെ ഇഗ ഷിനോബികളും തൊഗഗാവ ഇയേയാസുവിന് വഴികാട്ടികളായി. അവർ ശത്രുക്കളുടെ കാവൽപ്പുരകൾക്കിടയിലൂടെ ആരുമറിയാത്ത രഹസ്യപാതകളിലൂടെ നിശബ്ദമായി സഞ്ചരിച്ചു. കാട്ടുമൃഗങ്ങളെപ്പോലെ അവർ ശബ്ദമുണ്ടാക്കാതെ നീങ്ങി. ഒരു ഷിനോബി മുന്നിൽ പോയി വഴി സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കും. മറ്റൊരുവൻ പിന്നിൽ നിന്ന് ആരെങ്കിലും പിന്തുടരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കും. ഇയേയാസുവിന് ആ യാത്ര ഒരു പുതിയ അനുഭവമായിരുന്നു. അദ്ദേഹം ആദ്യമായി ഷിനോബികളുടെ ലോകം നേരിൽ കാണുകയായിരുന്നു. അവർ എങ്ങനെയാണ് പരസ്പരം ആശയവിനിമയം നടത്തുന്നതെന്ന് അദ്ദേഹം അത്ഭുതത്തോടെ നോക്കി. പക്ഷികളുടെ ശബ്ദം പോലെയുള്ള പ്രത്യേക ശബ്ദങ്ങളുണ്ടാക്കി അവർ പരസ്പരം സന്ദേശങ്ങൾ കൈമാറുകയായിരുന്നു. അവർ ഒരു നിമിഷം നിന്നാൽ ചുറ്റുമുള്ള പ്രകൃതിയുടെ ഓരോ സ്പന്ദനവും അവർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നായിരുന്നു. ഒരു ചെറുപ്പക്കാരനായ ഷിനോബി തന്റെ ആദ്യത്തെ വലിയ ദൗത്യത്തിൽ പങ്കെടുത്തവൻ ഉള്ളിലിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടാവാം, ഈ ഭാരം വളരെ വലുതാണ്. ഈ മനുഷ്യന്റെ ജീവൻ ഞങ്ങളുടെ കയ്യിലാണ്. ജപ്പാന്റെ ഭാവി ഒരു പക്ഷേ ഈ രാത്രിയെ ആശ്രയിച്ചിരിക്കും. ഭയമില്ല, ശ്രദ്ധ മാത്രം. കാലടികൾ ശബ്ദമുണ്ടാക്കരുത്. ശ്വാസം പോലും ശാന്തമാക്കണം. ആ മരക്കൊമ്പലിരിക്കുന്ന മൂങ്ങയുടെ കണ്ണുകളാണ് എന്റെ കണ്ണുകൾ. ആ ഇലകളിൽ തട്ടുന്ന കാറ്റാണ് എന്റെ കാതുകൾ. ഒടുവിൽ നേരം വെളുക്കാറായപ്പോൾ അവർ ഇയേയാസുവിനെ സുരക്ഷിതമായൊരു കോട്ടയിലെത്തിച്ചു. ഈയൊരു സംഭവം തൊഗഗാവ ഇയേയാസുവിന്റെ മനസ്സിൽ ഷിനോബികളോടുള്ള വിശ്വാസം ഉറപ്പിച്ചു. പിന്നീട് ജപ്പാൻ ഭരിക്കുന്ന ഷോഗുൻ ആയി അദ്ദേഹം മാറിയപ്പോൾ തന്റെ കൊട്ടാരത്തിന്റെ സുരക്ഷാ ചുമതല ഹത്തോരി ഹാൻസോയ്ക്കും അദ്ദേഹത്തിന്റെ ഷിനോബികൾക്കുമാണ് നൽകിയത്. എഡോ കോട്ടയുടെ ഒരു പ്രധാന കവാടത്തിന് ഇന്നും ഹാൻസോയുടെ കവാടം എന്നാണ് പേര്. ഇതൊരു ഉദാഹരണം മാത്രം. ഇതുപോലെ എത്രയെത്ര ദൗത്യങ്ങൾ, എത്രയെത്ര ഡൈമ്യോമാർക്ക് വേണ്ടി അവർ ചെയ്തിട്ടുണ്ടാകും. ഒരു യുദ്ധത്തിന്റെ ഗതിയെ, ഒരു രാജ്യത്തിന്റെ ഭാവിയെ ഒരു രാത്രിയിലെ നിശബ്ദമായ ദൗത്യം കൊണ്ട് മാറ്റിമറിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. സെൻഗോക്കു കാലഘട്ടത്തിലെ യുദ്ധക്കുതി തീർത്ത ചോരപ്പുഴകൾ വറ്റാൻ തുടങ്ങി. നിരന്തരമായ പോരാട്ടങ്ങൾക്കു ശേഷം ജപ്പാൻ ഒരു പുതിയ പ്രഭാതത്തിലേക്ക് ഉണരുകയായിരുന്നു. തൊഗുഗാവ ഇയേയാസുവിന്റെ നേതൃത്വത്തിൽ രാജ്യം ഒന്നിച്ചു. അധികാരത്തിനു വേണ്ടിയുള്ള ഡൈമ്യോമാരുടെ കിടമത്സരങ്ങൾ അവസാനിച്ചു. നീണ്ട സമാധാനപരമായ ഒരു കാലഘട്ടം പിറന്നു, എഡോ കാലഘട്ടം. ഈ സമാധാനം രാജ്യത്തിന് അനുഗ്രഹമായിരുന്നെങ്കിലും നിഴലിൽ ജീവിച്ച ഒരു വിഭാഗത്തിന് അതൊരു ശാപത്തിന്റെ തുടക്കമായിരുന്നു. ഷിനോബികൾക്ക് അവരുടെ നിലനിൽപ്പ് തന്നെ യുദ്ധവും സംഘർഷവും രഹസ്യങ്ങളുമായിരുന്നു. യുദ്ധമില്ലാതായപ്പോൾ ചാരന്മാരുടെ ആവശ്യം കുറഞ്ഞു. കോട്ടകൾ ഭേദിക്കാൻ ആളുവേണ്ട, രഹസ്യങ്ങൾ മോഷ്ടിക്കാൻ ആളുവേണ്ട. ഒരു രാത്രി കൊണ്ട് ഒരു സൈന്യത്തിന്റെ മനോവീര്യം കെടുത്തേണ്ട ആവശ്യവുമില്ലാതായി. ഷിനോബികളുടെ സുവർണകാലം അസ്തമിക്കുകയായിരുന്നു. അവരുടെ ലോകം പതുക്കെ മാറുന്നത് അവർ നിസ്സഹായരായി നോക്കി നിന്നു. സമാധാനം അവർക്ക് തൊഴിലില്ലായ്മയാണ് സമ്മാനിച്ചത്. തൊഗുഗാവ ഷോഗുനിനോട് കൂറു പുലർത്തിയ ഹത്തോരി ഹാൻസോയുടെ പിൻഗാമികളെപ്പോലുള്ള ചില ഭാഗ്യവാന്മാർക്ക് പുതിയ ഭരണകൂടത്തിൽ ഇടം കിട്ടി. എഡോ കോട്ടയുടെ കാവൽക്കാരായും രാജ്യത്തിനുള്ളിലെ ചെറിയ പ്രശ്നങ്ങൾ നിരീക്ഷിക്കുന്ന ഒരു തരം രഹസ്യ പോലീസായും അവർ മാറി. പക്ഷേ അതൊരു മാറ്റം തന്നെയായിരുന്നു. ഒരു കാലത്ത് സ്വതന്ത്രമായി തങ്ങളുടെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിച്ച മലനിരകളിലെ കാറ്റിനെപ്പോലെ സഞ്ചരിച്ചവർ ഇപ്പോൾ ഒരു നിശ്ചിത ശമ്പളത്തിന് നിശ്ചിത നിയമങ്ങൾക്കുള്ളിൽ ഒതുങ്ങുന്ന കാവൽക്കാരായി മാറി. അവരുടെ ചിറകുകൾ അരിഞ്ഞതുപോലെയായി. എന്നാൽ ഭൂരിഭാഗം ഷിനോബികളുടെയും അവസ്ഥ അതായിരുന്നില്ല. ഇഗയിലെയും കോഗയിലെയും ഗ്രാമങ്ങൾ നിശബ്ദമായി. ഒരു കാലത്ത് ദൗത്യങ്ങൾക്കായി കാത്തിരുന്ന പരിശീലനത്തിന്റെ ശബ്ദങ്ങൾ മുഴങ്ങിയിരുന്ന ആ താഴ്വരകളിൽ ഇപ്പോൾ കൃഷിയുടെയും ദൈനംദിന ജീവിതത്തിന്റെയും ശാന്തമായ താളം മാത്രം. ഇഗയിലെ ഒരു പഴയ ഗ്രാമത്തിൽ തന്റെ കൊച്ചുകുടിലിന്റെ ഇറയത്തിരുന്നൊരു വൃദ്ധനായ ഷിനോബി ദൂരേക്ക് നോക്കിയിരുന്നു. അയാളുടെ കണ്ണുകളിൽ ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മകൾ തിരയടിച്ചു. അയാളുടെ കൊച്ചുമകൻ അരികിലിരുന്നു കളിക്കുന്നുണ്ടായിരുന്നു. വൃദ്ധൻ തന്റെ ചുളിവ് വീണ കൈകളിലേക്ക് നോക്കി. അയാൾ തന്നോട് തന്നെ മന്ത്രിച്ചു, ഈ കൈകൾ, ഒരു കാലത്ത് ഈ കൈകൾക്ക് ഒരു കോട്ടയുടെ മിനുസമുള്ള കരിങ്കൽ ഭിത്തിയിൽ പിടിച്ചുകയറാൻ അറിയാമായിരുന്നു. ഒരു പൂച്ചയുടെ ലാഘവത്തോടെ മേൽക്കൂരകളിലൂടെ ഓടാൻ ഈ കാലുകൾക്ക് കഴിഞ്ഞിരുന്നു. ഒരു ഇല വീഴുന്ന ശബ്ദം പോലും ഈ കാതുകൾക്ക് തിരിച്ചറിയാമായിരുന്നു. എന്നിട്ടിപ്പോൾ ഈ കൈകൾ മണ്ണു കിളയ്ക്കുന്നു. ഈ കാലുകൾ വയലിലെ വരമ്പുകളിലൂടെ മാത്രം നടക്കുന്നു.
ഈ കാതുകൾ കേൾക്കുന്നത് ചീവീടുകളുടെ ശബ്ദം മാത്രം. അയാളൊരു ദീർഘനിശ്വാസമെടുത്തു. അവർ പറയുന്നു, സമാധാനം നല്ലതാണെന്ന്. യുദ്ധമില്ല, രക്തച്ചൊരിച്ചലില്ല. പക്ഷേ ഞങ്ങൾക്കെന്ത് സംഭവിച്ചു? ഞങ്ങൾ നിഴലുകളായിരുന്നു. സമാധാനത്തിന്റെ സൂര്യൻ ഇത്ര ശക്തമായി ഉദിച്ചു നിൽക്കുമ്പോൾ നിഴലുകൾക്കെവിടെയാണ് സ്ഥാനം? അവ മാഞ്ഞുപോകുകയല്ലേ ചെയ്യുക? ഞങ്ങളുടെ അറിവുകൾ, തലമുറകളായി കൈമാറി വന്ന അതിജീവനത്തിന്റെ കല, നിഞ്ചുട്സു, അത് ഞങ്ങളോടൊപ്പം മണ്ണടിയുമോ? ഈ ഭയം പല ഷിനോബി തലമുറകൾക്കുമുണ്ടായിരുന്നു. തങ്ങളുടെ അമൂല്യമായ അറിവുകൾ കാലത്തിന്റെ കുത്തൊഴുക്കിൽ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം. ഈ ഭയത്തിൽ നിന്നാണ് പുതിയൊരു ചിന്തയുണ്ടായത്. അവർ തങ്ങളുടെ വിദ്യകൾ, തന്ത്രങ്ങൾ, ആയുധങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ, വിഷങ്ങളെക്കുറിച്ചും മരുന്നുകളെക്കുറിച്ചുമുള്ള രഹസ്യങ്ങൾ, ചാരപ്രവർത്തനത്തിന്റെ പാഠങ്ങൾ എല്ലാം രഹസ്യമായി താളിയോലകളിൽ എഴുതിവെക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ബൻസെൻ ഷുക്കായ് പോലുള്ള ഗ്രന്ഥങ്ങൾ പിറക്കുന്നത്. നിഞ്ചുത്സുവിന്റെ ഒരു വിജ്ഞാനകോശം. 1676 ഫുജിബായാഷി യാസുഡേക് എന്ന പണ്ഡിതൻ 3 വർഷത്തെ അധ്വാനത്തിനു ശേഷം ഈ ഗ്രന്ഥം പൂർത്തീകരിച്ചു. 22 അധ്യായങ്ങളിലായി ഏകദേശം 50,000 വാക്കുകളിൽ നിഞ്ചുത്സുവിന്റെ എല്ലാ വശങ്ങളും അദ്ദേഹം രേഖപ്പെടുത്തി. ഇഗയിലെയും കോഗയിലെയും പല ക്ലാനുകളുടെയും അറിവുകൾ ഒരുമിച്ചു ചേർത്ത ഒരു വലിയ ഗ്രന്ഥം. എന്നാൽ ആ സമയത്ത് ജപ്പാനിൽ സമാധാനം വന്നിരുന്നു. 1603 തൊക്കുഗാവ കുടുംബം അധികാരത്തിൽ വന്നതോടെ എഡോ കാലഘട്ടം ആരംഭിച്ചു. യുദ്ധങ്ങൾ അവസാനിച്ചു, രാജ്യം ഏകീകരിക്കപ്പെട്ടു. 150 വർഷത്തെ അരാജകത്വത്തിന് ശേഷം ജപ്പാൻ ഏകദേശം 250 വർഷത്തെ സമാധാനത്തിലേക്ക് പ്രവേശിച്ചു. സമാധാനകാലത്ത് നിഴലുകളിലെ യോദ്ധാക്കൾക്ക് എന്താണ് സ്ഥാനം? ഡൈമ്യോകൾ തമ്മിലുള്ള യുദ്ധങ്ങളില്ലാതായപ്പോൾ ചാരവൃത്തിയുടെയും രഹസ്യപ്രവർത്തനങ്ങളുടെയും ആവശ്യം കുറഞ്ഞു. ഷിനോബികൾ പതുക്കെ തങ്ങളുടെ പരമ്പരാഗത തൊഴിൽ നഷ്ടപ്പെട്ടു. ചില കുടുംബങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി. കർഷകരായി, കച്ചവടക്കാരായി, ഗ്രാമവാസികളായി. അവരുടെ രഹസ്യവിദ്യകൾ പതുക്കെ മറക്കപ്പെട്ടു. എന്നാൽ ചില കുടുംബങ്ങൾ തങ്ങളുടെ പൈതൃകം സംരക്ഷിക്കാൻ ശ്രമിച്ചു. അവർ തങ്ങളുടെ അറിവുകൾ രേഖപ്പെടുത്താൻ തീരുമാനിച്ചു. അത് വെറുമൊരു പുസ്തകമായിരുന്നില്ല, അതൊരു കാലഘട്ടത്തിന്റെ ഓർമ്മക്കുറിപ്പായിരുന്നു. തങ്ങൾ ജീവിച്ചിരുന്നു എന്നതിനും തങ്ങളുടെ കല വെറുമൊരു കെട്ടുകഥയായിരുന്നില്ലെന്നതിനും അവരവശേഷിപ്പിച്ച തെളിവ് ബൻസെൻ ഷുക്കായിയിൽ എല്ലാം ഉണ്ടായിരുന്നു. ശാരീരിക പരിശീലന രീതികൾ, മതിലുകൾ കയറുന്ന സാങ്കേതികത, പൂട്ടു തുറക്കുന്ന വിദ്യ, വേഷം കെട്ടുന്ന കല, വിവിധ ആയുധങ്ങളുടെ ഉപയോഗം, കാലാവസ്ഥ പ്രവചിക്കുന്ന രീതി, ജ്യോതിഷവും തന്ത്രവും പോലും. അത് സമ്പൂർണമായിരുന്നു. എന്നാൽ അതൊരു രഹസ്യമായിരുന്നു. സാധാരണക്കാർക്ക് വായിക്കാൻ അനുവാദമില്ലായിരുന്നു. അത് തിരഞ്ഞെടുത്ത കുടുംബങ്ങൾക്കുള്ളിൽ മാത്രം കൈമാറ്റം ചെയ്യപ്പെട്ടു. ബൻസെൻ ഷുക്കായിയോടൊപ്പം മറ്റു ഗ്രന്ഥങ്ങളുമുണ്ടായിരുന്നു. ഷോണിൻകി, നിഞ്ചുത്സുഹിതൻ, നിൻബിതൻ തുടങ്ങിയവ. ഓരോന്നും വ്യത്യസ്ത ക്ലാനുകളുടെ അറിവുകൾ സൂക്ഷിച്ചു. ഓരോന്നും അടുത്ത തലമുറയ്ക്കുള്ള ഒരു സന്ദേശമായിരുന്നു: നമ്മൾ മറന്നുപോകരുത്. സജീവമായി ഉപയോഗിക്കുന്ന ഒരു പ്രായോഗിക കലയെന്ന നിലയിൽ നിന്ന് പുസ്തകങ്ങളിലും ഓർമ്മകളിലും ഒതുങ്ങുന്ന ഒരു ചരിത്രരേഖയായി നിഞ്ചുത്സു മാറുകയായിരുന്നു. യഥാർത്ഥ ഷിനോബികൾ പതുക്കെ ചരിത്രത്തിന്റെ നിഴലുകളിലേക്ക് മറഞ്ഞു. 18-ാം നൂറ്റാണ്ടിൽ അവസാന തലമുറയിൽ പരിശീലനം നേടിയ ഷിനോബികൾ വൃദ്ധരായി. അവർ കഥകൾ പറഞ്ഞുകൊടുത്തു, സാങ്കേതികതകൾ കാണിച്ചുകൊടുത്തു. എന്നാൽ സമാധാനകാലത്ത് ആ വിദ്യകൾക്ക് പ്രയോഗമില്ലായിരുന്നു. അടുത്ത തലമുറ കൂടുതൽ താൽപ്പര്യം കാണിച്ചത് വാണിജ്യത്തിലും കൃഷിയിലും സാധാരണ ജീവിതത്തിലുമായിരുന്നു. അവരവശേഷിപ്പിച്ചത് കാലക്രമേണ ഐതിഹ്യങ്ങളും കെട്ടുകഥകളുമായി മാറാൻ പോകുന്ന ഒരുപിടി ഓർമ്മകളും കുറച്ചു രഹസ്യഗ്രന്ഥങ്ങളും മാത്രം. 19-ാം നൂറ്റാണ്ടിൽ ഗ്രാമപ്രദേശങ്ങളിൽ ചില വൃദ്ധർ ഇപ്പോഴും കഥകൾ പറയുമായിരുന്നു. എന്റെ പ്രപിതാമഹൻ ഒരു ഷിനോബിയായിരുന്നു, അവർ പറയും. എന്നാൽ ആരും വിശ്വസിച്ചില്ല. അത് പഴയകാല കഥകളായി മാറി, കെട്ടുകഥകളായി. ഷിനോബി എന്ന യോദ്ധാവ് മരിക്കുകയായിരുന്നു. ഷിനോബി എന്ന ഇതിഹാസം ജനിക്കാൻ വേണ്ടി. യഥാർത്ഥ ഷിനോബികൾ ചരിത്രത്തിന്റെ നിഴലുകളിലേക്ക് മറഞ്ഞു. അവരുടെ ആയുധങ്ങൾ തുരുമ്പെടുത്തു. അവരുടെ വിദ്യകൾ രഹസ്യഗ്രന്ഥങ്ങളിൽ ഉറങ്ങി. ആ ഗ്രന്ഥങ്ങൾ പലതും കാലപ്പഴക്കത്താൽ നശിച്ചു. ചിലത് തീയിൽ നശിച്ചു, ചിലത് യുദ്ധങ്ങളിൽ നഷ്ടപ്പെട്ടു. ഇന്ന് അവശേഷിക്കുന്നത് ചില പകർപ്പുകൾ മാത്രം. വിരളമായ രേഖകൾ, അവ്യക്തമായ ഓർമ്മകൾ. എന്നാൽ പക്ഷേ മനുഷ്യന്റെ ഭാവനയ്ക്ക് വിശ്രമമില്ലായിരുന്നു. യഥാർത്ഥ ഷിനോബി ഇല്ലാതായിടത്ത് ഭാവനയുടെ ലോകം പുതിയൊന്നിനെ സൃഷ്ടിച്ചു. അമാനുഷികനായ, മാന്ത്രികനായ നിഞ്ച.
എഡോ കാലഘട്ടത്തിലെ സമാധാനം ജനങ്ങൾക്ക് വിരസത സമ്മാനിച്ചു. യുദ്ധങ്ങളുടെയും വീരന്മാരുടെയും കഥകൾ കേൾക്കാൻ അവർക്ക് കൊതിയായിരുന്നു. 2 നൂറ്റാണ്ടുകളിലേറെ സമാധാനം കഴിഞ്ഞപ്പോൾ യഥാർത്ഥ യുദ്ധം കണ്ടിട്ടില്ലാത്ത തലമുറകൾ വളർന്നുവന്നു. അവർ പഴയ യുദ്ധകാലങ്ങളെക്കുറിച്ച് കേൾക്കാൻ ആഗ്രഹിച്ചു. സമുറായികളുടെയും ഡൈമ്യോകളുടെയും വീരകഥകളെക്കുറിച്ച്. ഈ അവസരം മുതലെടുത്തത് കഥാകാരന്മാരും നാടകക്കാരും ചിത്രകാരന്മാരുമാണ്. അവർ പഴയ വീരകഥകൾക്ക് പുതിയ നിറങ്ങൾ നൽകി. യുക്കിയോ എന്ന് വിളിക്കപ്പെട്ട മരച്ചീളിൽ കൊത്തിയെടുത്ത ചിത്രങ്ങൾ ജനപ്രിയമായി. ആളുകൾ ആ ചിത്രങ്ങൾ വാങ്ങി വീടുകളിൽ തൂക്കി. അവയിൽ സമുറായികളുടെയും യോദ്ധാക്കളുടെയും നിഗൂഢരൂപങ്ങളുടെയും ചിത്രങ്ങളുണ്ടായിരുന്നു. ഈ പുതിയ കഥകളിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്നായി നിഞ്ചകൾ മാറി. അവരെക്കുറിച്ച് യഥാർത്ഥത്തിൽ വളരെ കുറച്ചു മാത്രമേ അറിയപ്പെട്ടിരുന്നുള്ളൂ. അതുകൊണ്ട് കഥാകാരന്മാർക്ക് സ്വതന്ത്രമായി ഭാവന പ്രയോഗിക്കാൻ കഴിഞ്ഞു. അവർ നിഞ്ചകളെ അതിമാനുഷിക ശക്തികളുള്ളവരായി ചിത്രീകരിച്ചു. ഒന്നോർത്തു നോക്കൂ, എഡോ നഗരത്തിലെ ഒരു തിയേറ്ററിനു മുന്നിൽ ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു. 1800കളുടെ മധ്യം, സായാഹ്നമാണ്. കടകളിൽ വിളക്കുകൾ തെളിയുന്നു, വീഥികളിൽ ആളുകൾ തിരക്കുകൂട്ടുന്നു. തിയേറ്ററിനു മുന്നിൽ ഒരു വലിയ പോസ്റ്റർ. ഇന്ന് രാത്രി ഷിനോബി നോ മോണോ, നിഴലുകളുടെ യോദ്ധാവ്. ഇന്നത്തെ നാടകം ഒരു നിഞ്ചയെക്കുറിച്ചാണ്. ആളുകൾ ആകാംക്ഷയോടെ അകത്തേക്ക് കടക്കുന്നു. കുട്ടികൾ, മുതിർന്നവർ, വൃദ്ധർ എല്ലാവരും ആവേശത്തിലാണ്. തിരശ്ശീല ഉയരുമ്പോൾ വേദിയിൽ ഒരു സമുറായി യോദ്ധാവ് നിൽക്കുന്നു. അയാൾ ശക്തനാണ്, ധീരനാണ്. എന്നാൽ അയാളെ ഒരു ശത്രു വേട്ടയാടുന്നുണ്ട്. പെട്ടെന്ന് വേദി മുഴുവൻ പുക നിറയുന്നു. പ്രേക്ഷകർ ആശ്ചര്യത്തോടെ മുന്നോട്ട് കുനിയുന്നു. പുക മാറുമ്പോൾ സമുറായിയുടെ പിന്നിൽ കറുത്ത വസ്ത്രം ധരിച്ച, മുഖം മൂടിയ ഒരാൾ നിൽക്കുന്നു. കയ്യിൽ വിചിത്രമായ ആയുധം. നിശബ്ദനായി, നിശ്ചലനായി. സദസ്സൊന്നടക് മാർത്തു വിളിച്ചു, നിഞ്ച. നാടകം തുടരുന്നു. നിഞ്ച അദൃശ്യനായി പ്രത്യക്ഷപ്പെടുന്നു. മതിലുകളിൽ കയറുന്നു, മേൽക്കൂരയിലൂടെ ഓടുന്നു, ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നു. പ്രേക്ഷകർ മന്ത്രമുഗ്ധരായി നോക്കുന്നു. കുട്ടികൾ വായ പൊളച്ചു നോക്കുന്നു. നാടകം കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് പോകുമ്പോൾ തങ്ങളും നിഞ്ചകളായി സ്വപ്നം കാണുന്നു. ഈ കറുത്ത വസ്ത്രം, ഷിനോബി ഷോസോക്കു, യഥാർത്ഥത്തിൽ ഷിനോബികൾ ധരിച്ചിരുന്നതല്ല. അവർ സാധാരണക്കാരുടെ വേഷത്തിലായിരുന്നു സഞ്ചരിച്ചിരുന്നത്. രാത്രികാലങ്ങളിൽ കടും നീലയോ തവിട് നിറമോ ആയ വസ്ത്രങ്ങൾ ധരിച്ചിരിക്കാം. കാരണം കറുപ്പ് നിറം ചന്ദ്രപ്രകാശത്തിൽ കൂടുതൽ വ്യക്തമായി കാണാൻ കഴിയും. പിന്നെ എവിടെ നിന്നാണ് ഈ കറുത്ത വസ്ത്രം വന്നത്? അത് കബുക്കി നാടകവേദിയിലെ ഒരു തന്ത്രമായിരുന്നു. വേദിയിൽ സാധനങ്ങൾ എടുത്തുമാറ്റാനും പശ്ചാത്തലം മാറ്റാനും സഹായിക്കുന്നവരെ കുറോക്കോ എന്ന് വിളിച്ചിരുന്നു. അവർ കറുത്ത വസ്ത്രം ധരിക്കും, മുഖം മറയ്ക്കും. കറുപ്പ് ധരിച്ചാൽ അവർ വേദിയിലുണ്ടെങ്കിലും പ്രേക്ഷകർ അവരെ അദൃശ്യരാണെന്നൊരു സങ്കല്പമുണ്ടായിരുന്നു. ഇതൊരു നാടകീയ കൺവെൻഷനായിരുന്നു. കുറോക്കോ വേദിയിൽ നിന്നൊരു കസേര നീക്കും, എന്നാൽ പ്രേക്ഷകർ അത് കാണില്ല എന്ന് നടിക്കും, കസേര സ്വയം നീങ്ങുന്നതുപോലെ. അതായിരുന്നു കബുക്കിയുടെ മാന്ത്രികത. നാടകകർത്തുക്കൾ ഈ ആശയം കടമെടുത്തു. ഒരു നിഞ്ച വേദിയിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടണമെങ്കിൽ അയാളെ ഒരു കുറോക്കോ ആയി അവതരിപ്പിച്ചാൽ മതി. വേദിയിൽ അയാൾ ഉണ്ടായിരുന്നു, എന്നാൽ പ്രേക്ഷകർ കണ്ടില്ല എന്ന് മാത്രം. പെട്ടെന്ന് അയാൾ തലപ്പാവഴിക്കും, മുഖം വെളിവാക്കും. അയാൾ പ്രത്യക്ഷപ്പെട്ടു. പ്രേക്ഷകർ അത്ഭുതത്തോടെ കൈകൊട്ടും. അങ്ങനെ കറുത്ത വസ്ത്രം നിഞ്ചയുടെ സ്ഥിരം വേഷമായി. സത്യത്തിൽ അത് തെറ്റായിരുന്നു, പക്ഷേ അത് വളരെ നാടകീയമായിരുന്നു, വളരെ ആകർഷകമായിരുന്നു. കഥകൾ വ്യാപിച്ചപ്പോൾ ആ കറുത്ത വസ്ത്രവും വ്യാപിച്ചു. ഇന്ന് ലോകമെമ്പാടും നിഞ്ച എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ആ കറുത്ത രൂപമാണ്. കഥകൾക്ക് ഭാവനയുടെ ചിറകുകൾ മുളച്ചു. യഥാർത്ഥവും സങ്കല്പികവും തമ്മിലുള്ള അതിർത്തി രേഖ മങ്ങി. ഒരു ഷിനോബി പുകബോംബ് ഉപയോഗിച്ച് രക്ഷപ്പെടുന്നത് നാടകത്തിൽ പുകയിൽ അപ്രത്യക്ഷനാകുന്ന മാന്ത്രിക വിദ്യയായി മാറി. യഥാർത്ഥത്തിൽ അവർ മെത്സുബുഷി എന്ന പൊടി ഉപയോഗിച്ചിരുന്നു. അത് കണ്ണിൽപ്പെട്ടാൽ കാഴ്ച മങ്ങും, ചുമയുണ്ടാകും. ആ ആശയക്കുഴപ്പത്തിൽ അവർ ഓടിപ്പോകും. എന്നാൽ കഥകളിൽ അത് മാന്ത്രികമായി. നിഞ്ച പുകയിൽ മറയുന്നു. പുക മാറുമ്പോൾ അയാളില്ല, അയാൾ അപ്രത്യക്ഷനായി. വെള്ളത്തിൽ നടക്കാൻ സഹായിക്കുന്ന പ്രത്യേക പാദരക്ഷകൾ ഉപയോഗിച്ചിരുന്നത് വെള്ളത്തിനു മുകളിലൂടെ നടക്കുന്ന അത്ഭുതസിദ്ധിയായി മാറി. ചിത്രകാരന്മാർ വരച്ചത് വെള്ളത്തിനു മുകളിൽ നടക്കുന്ന നിഞ്ചകളെയാണ്.
യഥാർത്ഥത്തിൽ അവർ നീന്തുകയോ കായലുകളിൽ വേഗത്തിൽ സഞ്ചരിക്കുകയോ ആയിരുന്നു. എന്നാൽ ഭാവനയിൽ അത് പ്രത്യക്ഷമായി. മൃഗങ്ങളുടെ ശബ്ദമനുകരിച്ച് ആശയവിനിമയം നടത്തിയിരുന്നത് മൃഗങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവായി മാറി. കഥകളിൽ നിഞ്ചകൾക്ക് പക്ഷികളോട് സംസാരിക്കാൻ കഴിയും, ചെന്നായകളെ വിളിച്ചുവരുത്താൻ കഴിയും, കാക്കകളെ ചാരന്മാരായി ഉപയോഗിക്കാൻ കഴിയും. നിഴലിൽ മറഞ്ഞു നിൽക്കുന്ന കഴിവ് അദൃശ്യനാകുന്ന സിദ്ധിയായി മാറി. കഥകളിൽ നിഞ്ചകൾക്ക് ഇച്ഛാനുസരണം അദൃശ്യരാകാൻ കഴിയും. ഒരു മന്ത്രം ചൊല്ലിയാൽ, ഒരു ജസ്റ്റർ ചെയ്താൽ അവർ മറഞ്ഞു. ഒരു വൃദ്ധനായ ചിത്രകാരൻ തന്റെ കൊച്ചുമകന് പഴയൊരു കഥ പറഞ്ഞുകൊടുക്കുന്നത് നമുക്ക് സങ്കൽപ്പിക്കാം. 1850കളിൽ എഡോ നഗരത്തിൽ ഒരു ചെറിയ വർക്ക്ഷോപ്പ്. അയാൾ ഒരു മരച്ചീളിൽ വുഡ് ബ്ലോക്ക് പ്രിന്റിൽ നിഞ്ചയുടെ ചിത്രം കൊത്തുകയാണ്. സൂക്ഷ്മമായ കൊത്തുപണി, ഓരോ വരയും കൃത്യമായി. കൊച്ചുമകൻ അയാളുടെ അരികിലിരുന്ന് നോക്കുന്നു. ചിത്രത്തിൽ ഒരു നിഞ്ച മേൽക്കൂരയിൽ നിന്ന് ചാടുന്നു, കയറിൽ ഊഞ്ഞാലാടുന്നു. മുത്തച്ഛ, ഈ നിഞ്ചയ്ക്ക് പറക്കാൻ കഴിയുമോ? കൊച്ചുമകൻ ആകാംക്ഷയോടെ ചോദിച്ചു. വൃദ്ധൻ കൊത്തുപണി നിർത്തി. അയാൾ കുട്ടിയുടെ നേരെ തിരിഞ്ഞു പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ സങ്കടവും നൊസ്റ്റാൾജിയയും ഉണ്ടായിരുന്നു. കഥകളിൽ അവർക്ക് പറക്കാൻ കഴിയും, ചുവരുകളിലൂടെ നടന്നുപോകാൻ കഴിയും, ഒരേ സമയം 10-ലധികം രൂപങ്ങൾ മാറാനും. കഥകളിലെയും നാടകങ്ങളിലെയും നിഞ്ച ജപ്പാനിന്റെ അതിർത്തികൾ ഭേദിച്ച് ലോകത്തേക്ക് യാത്ര തുടങ്ങുകയായിരുന്നു. ഈ യാത്രയുടെ വേഗത കൂട്ടിയത് 20-ാം നൂറ്റാണ്ടാണ്. സിനിമ, ടെലിവിഷൻ, കോമിക് പുസ്തകങ്ങൾ തുടങ്ങിയ പുതിയ മാധ്യമങ്ങൾ നിഞ്ച എന്ന ഇതിഹാസത്തെ ലോകത്തിന്റെ എല്ലാ കോണുകളിലും എത്തിച്ചു. ചരിത്രത്തിലെ ഷിനോബി പൂർണ്ണമായും അപ്രത്യക്ഷനായി. പകരം പോപ്പ് കൾച്ചറിലെ സൂപ്പർ നിഞ്ച ജനിച്ചു. ഈ മാറ്റത്തിന് ഏറ്റവും വലിയ കാരണമായത് 80കളിലെ നിഞ്ച മീഡിയ ബൂമാണ്. ഹോളിവുഡ് സിനിമകൾ നിഞ്ചകളെ തങ്ങളുടെ ആക്ഷൻ സിനിമകളുടെ പ്രധാന ആകർഷണമാക്കി. കറുത്ത പൈജാമ പോലത്തെ വസ്ത്രം ധരിച്ച്, മുഖംമൂടി വെച്ച്, മുതുകിലൊരു കത്താനാവാളുമായി അവിശ്വസനീയമായ അഭ്യാസപ്രകടനങ്ങൾ നടത്തുന്ന നിഞ്ചകൾ വെള്ളിത്തിരയിൽ നിറഞ്ഞാടി. അവർക്കൊരേ സമയം 10 പേരെ നിഷ്പ്രയാസം തോൽപ്പിക്കാൻ കഴിഞ്ഞു. അവർ അപ്രത്യക്ഷരായി, വെടിയുണ്ടകളെ വാളുകൊണ്ട് തടുത്തു. ഈ സിനിമകൾക്കു പിന്നാലെ കുട്ടികളുടെ ലോകത്തേക്കും നിഞ്ച എത്തി. ടീനേജ് മ്യൂട്ടന്റ് നിഞ്ച ടേർട്ടിൽസ് എന്ന കാർട്ടൂൺ പരമ്പര ലോകമെമ്പാടുമുള്ള കുട്ടികളുടെ ഹരവായി മാറി. പിശ ഇഷ്ടപ്പെടുന്ന തമാശകൾ പറയുന്ന 4 ആമകൾ നിഞ്ചുട്സു പരിശീലിക്കുന്ന കാഴ്ച പുതിയ തലമുറയ്ക്ക് നിഞ്ചയെ പരിചയപ്പെടുത്തി. വീഡിയോ ഗെയിമുകളിൽ കളിക്കാർക്ക് സ്വയം നിഞ്ചയായി മാറാൻ അവസരം ലഭിച്ചു. ഒരു ബട്ടൺ അമർത്തുമ്പോൾ സ്ക്രീനിലെ നിഞ്ച ഭിത്തികളിലൂടെ ഓടി ഷുരിക്കനുകൾ എറിഞ്ഞു ശത്രുക്കളെ ഒന്നൊന്നായി ഇല്ലാതാക്കി. ഈ ലോകവ്യാപകമായ പ്രശസ്തിക്കിടയിൽ ഷിനോബിയുടെ യഥാർത്ഥ മുഖം, അവന്റെ ആത്മാവ് പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഒന്ന് സങ്കൽപ്പിക്കുക, ജപ്പാനിലെ ഒരു പഴയ ലൈബ്രറിയുടെ ശാന്തമായ മൂലയിലിരുന്ന് ബെൻസൺ ഷുക്കായി പോലുള്ള ഒരു പഴയ ഗ്രന്ഥം വായിക്കുന്ന ഒരു ചരിത്ര വിദ്യാർത്ഥി. അവൻ ആ താളുകളിലെ മങ്ങിയ ചിത്രങ്ങളിലൂടെയും പഴയ ലിപികളിലൂടെയും വിരലോടിക്കുന്നു. അതിൽ വിവരിച്ചിരിക്കുന്നത് പ്രകൃതിയെ എങ്ങനെ മനസ്സിലാക്കാം, ദിശ എങ്ങനെ അറിയാം, വിഷച്ചെടികളെ എങ്ങനെ തിരിച്ചറിയാം, ഒരു കോട്ടയുടെ ബലഹീനതകൾ എങ്ങനെ കണ്ടെത്താമെന്നെല്ലാമാണ്. അതിൽ അതിജീവനത്തിന്റെ കലയാണ്, ചാരപ്രവർത്തനത്തിന്റെ ശാസ്ത്രമാണ്. അന്ന് വൈകുന്നേരം അവൻ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ നഗരത്തിലെ ഒരു വലിയ പരസ്യ ബോർഡിൽ ഒരു പുതിയ നിഞ്ച സിനിമയുടെ പോസ്റ്റർ കാണുന്നു. മുഖം മൂടി ധരിച്ചൊരു നായകൻ കയ്യിൽ തിളങ്ങുന്ന വാളുമായി അഗ്നിജ്വാലകൾക്ക് നടുവിൽ നിൽക്കുന്നു. ആ വിദ്യാർത്ഥി ഒരു നിമിഷം അവിടെ നിന്നു. അവന്റെ മനസ്സിൽ 2 ചിത്രങ്ങൾ തെളിഞ്ഞു. ഒന്ന്, ആ പഴയ ഗ്രന്ഥത്തിലെ കർഷകന്റെ വേഷത്തിൽ ജനക്കൂട്ടത്തിൽ അലിഞ്ഞു ചേർന്ന് ആരും കാണാതെ വിവരങ്ങൾ ശേഖരിക്കുന്ന ക്ഷമാശീലനായ ഷിനോബി. 2, ഈ പോസ്റ്ററിലെ ലോകത്തോട് തന്റെ ശക്തി വിളിച്ചു പറയുന്ന അക്രമാസക്തനായ നിഞ്ച. അവന്റെ ഉള്ളിൽ ഒരു നേർത്ത വിഷാദം പടർന്നു. അവൻ തന്നോട് തന്നെ പറഞ്ഞു, അവർ കാണുന്നത് ഈ തിളങ്ങുന്ന വാളാണ്, പക്ഷേ അവരറിയുന്നില്ല ഒരു ഷിനോബിയുടെ ഏറ്റവും മികച്ച വാൾ അവന്റെ നാവാണെന്ന്. കബളിപ്പിക്കാനും വിവരങ്ങൾ ശേഖരിക്കാനും ഉപയോഗിക്കുന്ന നാവ്. അവർ കൈയടിക്കുന്നത് ഈ അഭ്യാസങ്ങൾക്കാണ്, പക്ഷേ അവർ ഓർക്കുന്നില്ല ഒരു മതിലിന്റെ മുകളിൽ മണിക്കൂറുകളോളം കാറ്റിനെയും മഴയെയും സഹിച്ച് അനങ്ങാതെയിരുന്ന് ഒരൊറ്റ നിമിഷത്തിനായി കാത്തിരിക്കുന്ന സഹനശക്തിയെക്കുറിച്ച്. അവർ ആഘോഷിക്കുന്നത് ഈ കൊലപാതകങ്ങളെയാണ്, പക്ഷേ അവർ മറന്നുപോകുന്നു ഒരു തുള്ളി രക്തം ചിന്താതെ ഭയം കൊണ്ട് മാത്രം ഒരു യുദ്ധം ജയിച്ച ആ മനഃശാസ്ത്രജ്ഞനെക്കുറിച്ച്. ലോകം ആരാധിക്കുന്നത് ഈ മാസ്കിനെയാണ്, ഈ കറുത്ത വേഷത്തെയാണ്. പക്ഷേ യഥാർത്ഥ ഷിനോബിക്ക് ഒരു മുഖമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു സാധാരണ മനുഷ്യന്റെ മുഖം, ആൾക്കൂട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു മുഖം.
അതായിരുന്നു അവന്റെ ഏറ്റവും വലിയ ശക്തി, അവന്റെ ഏറ്റവും വലിയ മറ. ഷിനോബി എന്ന വാക്കിന്റെ അർത്ഥം രഹസ്യമായി പ്രവർത്തിക്കുന്നവൻ എന്നാണ്. എന്നാൽ ഇന്ന് നിഞ്ച എന്ന വാക്ക് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ വാക്കുകളിലൊന്നാണ്. ഈ പ്രശസ്തിയുടെ വെള്ളിവെളിച്ചത്തിൽ ആ വാക്കിന്റെ യഥാർത്ഥ അർത്ഥം തന്നെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഒരു രഹസ്യം എല്ലാവരും അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ രഹസ്യമല്ലാതാകുന്നതുപോലെ ഷിനോബിയുടെ യഥാർത്ഥ ലോകം ഈ പ്രശസ്തിയുടെ ബഹളത്തിൽ മുങ്ങിപ്പോയിരിക്കുന്നു. അങ്ങനെ നമ്മളൊരു നീണ്ട യാത്രയുടെ അവസാനത്തിലേക്ക് അടുക്കുകയാണ്. ഒരു കർഷകന്റെ അതിജീവനത്തിനുള്ള പോരാട്ടത്തിൽ തുടങ്ങി ഒരു രാജ്യത്തിന്റെ ചരിത്രഗതി മാറ്റിയ ചാരന്മാരിലൂടെ കടന്ന് ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു പോപ്പ് കൾച്ചർ ഐക്കണിലെത്തി നിൽക്കുന്നു നമ്മുടെ കഥ. എന്നാൽ ഈ കഥയ്ക്ക് ഇനിയൊരു അവസാന വാക്ക് ആവശ്യമുണ്ട്. എന്താണ് ഷിനോബികൾ യഥാർത്ഥത്തിൽ നമ്മോട് പറയുന്നത്? അവർ നമ്മെ പഠിപ്പിക്കുന്നത് ഏറ്റവും വലിയ ശക്തി പലപ്പോഴും ഏറ്റവും കുറഞ്ഞ ശബ്ദമുണ്ടാക്കുന്ന ഒന്നായിരിക്കും എന്നാണ്. അവർ നമ്മോട് പറയുന്നത് ഒരു വാളെടുത്ത് യുദ്ധം ചെയ്യാനല്ല, പകരം അവരുടെ ജീവിതത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ച് ഓർക്കാനാണ്. ഒന്നാമത്തേത് നിന്ദായി, സഹനശക്തിയും ക്ഷമയും. നമ്മുടെ ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ എല്ലാം പെട്ടെന്ന് സംഭവിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നാൽ ഒരു ഷിനോബി നമ്മെ പഠിപ്പിക്കുന്നത് കാത്തിരിക്കാനാണ്. ശരിയായ നിമിഷത്തിനായി, ശരിയായ അവസരത്തിനായി. ഒരു മരക്കുത്തി പോലെ അനങ്ങാതെ ദിവസങ്ങളോളം കാത്തിരിക്കാൻ അവരെ പഠിപ്പിച്ച അതേ ക്ഷമ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാനും നമ്മെ സഹായിച്ചേക്കാം. ശബ്ദമുയർത്താതെ ശാന്തമായി അവസരം വരുമ്പോൾ മാത്രം മുന്നോട്ടു നീങ്ങാൻ. രണ്ടാമത്തേത് പ്രകൃതിയെ അറിയുക. അവർക്ക് പ്രകൃതി ഒരു പുസ്തകമായിരുന്നു. നമുക്കിന്ന് നമ്മുടെ ഫോൺ സ്ക്രീനുകളാണ് ലോകം. ഒന്ന് തലയുയർത്തി നോക്കൂ. മേഘങ്ങൾ നീങ്ങുന്നത്, ഇലകൾ പൊഴിയുന്നത്, ഒരു ചെറിയ ഉറുമ്പ് അതിന്റെ വഴി കണ്ടെത്തുന്നത്. ചുറ്റുമുള്ള ലോകത്തെ നിരീക്ഷിക്കാൻ പഠിക്കുക. കാണുന്നതിനപ്പുറം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരു ഷിനോബിയുടെ കണ്ണുകളോടെ ലോകത്തെ നോക്കുമ്പോൾ നമ്മൾ സാധാരണ കാണാത്ത പല അത്ഭുതങ്ങളും നമുക്ക് ചുറ്റും ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് മനസ്സിലാകും. മൂന്നാമത്തേത് വെള്ളം പോലെയാകുക. ഒരു തടസ്സത്തെ ശക്തിയോടെ നേരിടാതെ അതിനെ ചുറ്റി ഒഴുകി പോകാനുള്ള വഴി കണ്ടെത്തുക. ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെ ഒരു പാറയായി കാണുക. ആ പാറയെ ഇടിച്ചു തകർക്കാൻ ശ്രമിക്കുന്നതിന് പകരം അതിനെ മറികടന്നു പോകാനുള്ള വഴക്കമുള്ള മനസ്സ് വളർത്തിയെടുക്കുക. എതിർപ്പുകളില്ലാത്ത വഴി കണ്ടെത്തുക. അതാണ് യഥാർത്ഥ ബുദ്ധി. അവസാനമായി ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. ഒരു ഷിനോബിയുടെ ഏറ്റവും വലിയ യുദ്ധം പുറത്തുള്ള ശത്രുവിനോടായിരുന്നില്ല. അത് അവന്റെ ഉള്ളിലെ ഭയത്തോടും സംശയങ്ങളോടും അക്ഷമയോടുമായിരുന്നു. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയല്ലേ? നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളികൾ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ആന്തരികമായ ഈ പോരാട്ടത്തിൽ വിജയിക്കുന്നവനാണ് യഥാർത്ഥ യോദ്ധാവ്. അതുകൊണ്ട് നിഞ്ച എന്ന പോപ്പ് കൾച്ചർ ബിംബത്തെ നമുക്ക് തൽക്കാലം മറക്കാം. പകരം ആ പഴയ ഷിനോബിയെ ഓർക്കാം. ശബ്ദമുണ്ടാക്കാതെ കാര്യങ്ങൾ സാധിച്ചവൻ, തന്റെ കഴിവിൽ അഹങ്കാരിക്കാതെ അത് പ്രായോഗികമായി ഉപയോഗിച്ചവൻ, പ്രകൃതിയുടെ താളത്തിനൊത്ത് ജീവിച്ചവൻ, എല്ലാത്തിലുമുപരി തന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിച്ചവൻ. ആ ഷിനോബിയുടെ ഒരു അംശം ഒരുപക്ഷെ നമ്മളെല്ലാവരിലുമുണ്ട്. പ്രതിസന്ധികളിൽ തളരാതെ ക്ഷമയോടെ കാത്തിരിക്കുന്ന, ചുറ്റുമുള്ള ലോകത്തെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന, തടസ്സങ്ങളെ ബുദ്ധികൊണ്ട് മറികടക്കാൻ ശ്രമിക്കുന്ന, നമ്മുടെ ഉള്ളിലെ ഭയങ്ങളെ അതിജീവിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു ഭാഗം. ഇനി നിങ്ങൾ പതുക്കെ കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. ഓരോ ശ്വാസം എടുക്കുമ്പോഴും ശാന്തത നിങ്ങളെ വന്ന് മൂടുന്നു എന്ന് സങ്കൽപ്പിക്കുക. ജപ്പാന്റെ മലനിരകളിൽ വീശുന്ന അതേ കാറ്റ് നിങ്ങളുടെ മുറിയിലൂടെയും തലോടി പോകുന്നു എന്ന് സങ്കൽപ്പിക്കുക. നിഴലുകൾക്ക് ഇപ്പോൾ ഭംഗി കൂടിയിരിക്കുന്നു. കാരണം അവ ഇപ്പോൾ ഒളിച്ചിരിക്കാനുള്ള ഇടമല്ല, മറിച്ച് വിശ്രമിക്കാനുള്ള ഇടമാണ്. ചരിത്രത്തിലെ ആ നിഗൂഢരായ യോദ്ധാക്കൾ, അവരുടെ കഥകൾ ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കൂട്ടായി വരട്ടെ. അവരുടെ സഹനശക്തിയും ശാന്തതയും നിങ്ങളുടെ ഉറക്കത്തിന് കാവലായിരിക്കട്ടെ. ശുഭരാത്രി.